നമസ്കാരം. ആരായിരിക്കും ഇനി വരുന്ന 5 വർഷം കേരളം ഭരിക്കുന്നത്? മറുനാടൻ മലയാളി സർവേ 2026-ൻ്റെ അവസാന പാദത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇതുവരെ നമ്മൾ എത്രയാണ് രമേശ്? ആകെ 101 സീറ്റുകളുടെ ബലമാണ് ഇതുവരെ ഘട്ടമായിട്ട് പറഞ്ഞത്. അതിൽ 60 സീറ്റ് UDF-ന് കിട്ടുമെന്നാണ് നമ്മുടെ സർവേ പറയുന്നത്. 39 സീറ്റ് ഇടതുമുന്നണിക്കും, 1 സീറ്റ് BJPക്ക്. അത് പാലക്കാടാണ്. പിന്നെ മഞ്ചേശ്വരത്ത് ബലാബലമാണ്. അതാണ് ഇപ്പോൾ അങ്ങനെ 101 സീറ്റുകളാണ് വന്നിട്ടുള്ളത്. ഇപ്പം 39 സീറ്റുകളിലെ അഭിപ്രായ സർവേ ഫലമാണ് ഞങ്ങൾ പ്രഖ്യാപിക്കാൻ പോകുന്നത്. അത് ആലപ്പുഴയിൽ തുടങ്ങി. ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം, 4 ജില്ലകൾ, വളരെ സുപ്രധാനമായ 4 മണ്ഡലങ്ങളാണ്. ഈ മണ്ഡലങ്ങളിൽ എന്താണ് മറുനാടൻ ടീം ഫീൽഡിൽ വെച്ച് കണ്ടത് എന്ന് നോക്കാം. ഒരു പ്രത്യേക കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കട്ടെ. മറ്റു പലരും ചെയ്യുന്നത് പോലെ ഏതെങ്കിലും ഏജൻസി ഏൽപ്പിച്ചുള്ള സർവേ അല്ല. ഞങ്ങളുടെ ടീം തന്നെ 2 ജില്ലകൾ 7 ഗ്രൂപ്പുകളായി തിരിഞ്ഞ്, ഓരോ ഗ്രൂപ്പും 2ആയി തിരിഞ്ഞ് കേരളത്തിൽ അങ്ങോളം ഏതാണ്ട് 10 ദിവസത്തോളം എല്ലാ മണ്ഡലങ്ങളും സന്ദർശിച്ച് ഡാറ്റ ശേഖരിച്ചാണ്, ഒരു മണ്ഡലത്തിൽ 2000 സാമ്പിൾ വീതം ശേഖരിച്ചാണ് ഞങ്ങൾ നിഗമനത്തിലെത്തിയത്. നമുക്കെന്തായാലും ആദ്യം ആലപ്പുഴയിലാണ്. ആലപ്പുഴ എന്ന് പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജില്ലയാണ് ആലപ്പുഴ. കാരണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തവണ UDF-ന് അവിടെ ഒരു സീറ്റിൽ മാത്രമാണ് ജയിക്കാൻ പറ്റിയത്, ഹരിപ്പാട്. അത് രമേശ് ചെന്നിത്തല. ബാക്കി എല്ലായിടത്തും പോയി. 9 സീറ്റിൽ 8 സീറ്റും ഇടതുമുന്നണിക്കൊപ്പം നിന്ന ആലപ്പുഴ ജില്ല മാത്രം. ഹരിപ്പാട് മാത്രം. കണ്ണൂർ കഴിഞ്ഞാൽ CPM-ന്റെ ഏറ്റവും വലിയ കോട്ട, പാരമ്പര്യമായ കോട്ട. പക്ഷേ ചിലപ്പോൾ മാറിയിട്ടുണ്ട്. അതെ, പിന്നീട് വന്നെങ്കിലും ആലപ്പുഴയിൽ മാറിയിട്ടുമുണ്ട്. അല്ല, ആലപ്പുഴയാണ് അവരുടെ ഒരു പാരമ്പര്യം. അതെ, പാരമ്പര്യമുള്ള കണ്ണൂർ, ആലപ്പുഴ വളരെ പ്രധാനപ്പെട്ടതാണ് ഇത്തവണ. അതിന് കാരണം G. സുധാകരൻ വിമതനായി കൂടെ CPM-നെ വെല്ലുവിളിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം അരൂരിൽ തുടങ്ങാം. അരൂരിലെ ഞാൻ പറയാം. അരൂരിലെ നമുക്കറിയാം, അരൂരിൽ വലിയ ഭൂരിപക്ഷത്തിൽ നേരത്തെ ആരിഫ് ജയിച്ചിരുന്നതാണ്. അതിന് ലോക്സഭയിലേക്ക് 2019 പോകുന്നു. അപ്പോൾ അവിടെ ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഷാനിമോൾ ജയിക്കുന്നു. പക്ഷേ ഷാനിമോളാണ് ലോക്സഭയിൽ തോൽപ്പിച്ചത്. പക്ഷേ 2021 ദലീമ ജിജോ പാട്ടുകാരി കൂടിയാണ്. ഇക്കുറി വീണ്ടും ഷാനിമോളും തമ്മിൽ മത്സരിക്കുന്നു. അരൂരിലെ അവസ്ഥ UDF-ന് അനുകൂലമാണ്. UDF-ന് 42% വോട്ട്, LDF-ന് 38%, NDA-ക്ക് 16%, മറ്റുള്ളവർ 2 വളരെ ലോജിക്കലായിട്ടുള്ള ഒരു കൺക്ലൂഷനാണെന്ന് ഒരു വേണമെങ്കിൽ CPM-ന്റെ ഒരു സ്വഭാവം, ആലപ്പുഴയിലെ സ്വഭാവം വെച്ചിട്ട് ഒരു അട്ടിമറിയാണെന്ന് പോലും പറയാം. കാര്യം എന്ന് പറഞ്ഞാൽ നല്ല ലീഡുണ്ട് UDF. പിന്നെ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോഴത്തെ ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ അങ്ങനെ സംഭവിച്ചാൽ അത്ഭുതപ്പെടേണ്ടതില്ല. അതെ, സുധാകരന് സ്വാധീനമുള്ള സ്ഥലവും കൂടെയാണ് അരൂര്. കാര്യം ഗൗരിയമ്മയുടെ നാടായിരുന്നു. ഗൗരിയമ്മയായിരുന്നു അവിടുത്തെ ദീർഘകാലം MLA ആയിരുന്നത്. ചേർത്തലയിലോട്ട് വരുമ്പോൾ ചേർത്തല അറിയാം. ചേർത്തലയിൽ CPI ആണ് മത്സരിക്കുന്നത്. CPIയുടെ ഒരു കുത്തക സീറ്റാണ് P. പ്രസാദ്. അദ്ദേഹം ജയിക്കുമെന്ന് തന്നെയാണ് നമ്മുടെ സർവേ ഫലം. LDF-ന് 45% വോട്ടുണ്ട്, UDF-ന് 41%, NDA-ക്ക് 11%, മറ്റുള്ളവർ 2, നോട്ട 1. ഈ ചേർത്തലയിൽ വാസ്തവത്തിൽ കഴിഞ്ഞ തവണത്തെ വോട്ടിംഗ് പാറ്റേൺ എടുത്തു വെച്ച് നോക്കിയാൽ ചേർത്തലയിൽ LDF തോൽക്കേണ്ടതാണ്. കാരണം വളരെ 10,000 താഴെ വോട്ട് മാത്രമേ ഭൂരിപക്ഷം, 6,000 വോട്ടം കണ്ട് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. പക്ഷേ ഈ P. പ്രസാദ് ഒരു മാന്യന്മാരിൽ മാന്യനാണ്. അതായത് അയാൾക്ക് ആരോടും ശത്രുതയില്ല, എല്ലാവരോടും അയാൾക്ക് അടുപ്പമാണ്. ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ എന്നെ പിണറായി വിജയൻ സർക്കാർ വേട്ടയാടുമ്പോഴും എന്നെ കാണുമ്പോൾ ഷാജഹാൻ പറഞ്ഞ് കെട്ടിപ്പിടിക്കുമായിരുന്നു. ഒരു സാധുവാണ്. എന്തായാലും അദ്ദേഹം ജയിക്കുന്നു എന്നത് വളരെ പോസിറ്റീവാണ്. അതാണ് നമ്മൾ ഫലം പറഞ്ഞല്ലോ അതിൻ്റെ, അല്ലേ? ചേർത്തല. ഇനി നമുക്ക് ആലപ്പുഴയാണ്. ആലപ്പുഴയിലും ഇത് തന്നെ. ആരാ നമ്മുടെ ആ വിവാദം ഉണ്ടാക്കിയ കക്ഷിയാണല്ലോ MLA ചിത്തരഞ്ജൻ. CITUവിൻ്റെ നേതാവ് ചിത്തരഞ്ജനാണ്. ചിത്തരഞ്ജൻ അവിടെ പോയി കണിച്ചോളങ്ങരയിലെ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചതൊക്കെ മനുഷ്യന്റെ മനസ്സിൽ ഒരുപാട് വിവാദങ്ങൾ അദ്ദേഹം ഉണ്ടാക്കി. എന്തായാലും ചാനൽ ചർച്ചകളിൽ ഭയങ്കര റൂഡായിരുന്നു. പക്ഷേ ചിത്തരഞ്ജൻ ജയിക്കുമെന്നാണ് നമ്മുടെ സർവേ ഫലം. LDF-ന് 42% വോട്ടാണ് ആലപ്പുഴയിൽ കിട്ടുന്നത്, UDF-ന് 39%, NDA-ക്ക് 14%. തോമസ് എന്ന് പറഞ്ഞൊരു പയ്യനാണ്. NDA-ക്ക് 14%, നോട്ടയ്ക്ക് 3. തോമസ് ഒരു പയ്യൻ. ആ പയ്യൻ ഒരു മിടുക്കൻ പയ്യനാണ്. അവൻ അടി കിട്ടിയ പയ്യനാണ്. മത്സ്യത്തൊഴിലാളിയാണ്. അവന്റെ അമ്മ തൊഴിലുറപ്പ് പദ്ധതിക്ക് പോകുന്നു, അപ്പൻ ഹോട്ടൽ പണി എടുക്കുന്നു. ജയിക്കേണ്ട പയ്യനാണ്. പക്ഷേ പുതിയ ആലപ്പുഴ മണ്ഡലം, നിയമസഭാ മണ്ഡലം എന്ന് പറഞ്ഞാൽ ഒരു CPM-ന്റെ കുത്തക സീറ്റ് പോലെയാണ്. എങ്കിലും 3% വ്യത്യാസമേ ഉള്ളൂ. തോമസ് ഐസക്കിനെ പോലുള്ളവരൊക്കെ ജയിച്ചിരുന്ന മണ്ഡലമാണ്. അതെ, അതുകൊണ്ട് ആലപ്പുഴയ്ക്ക് വേണമെങ്കിൽ മാറ്റം വരാം. അങ്ങനെ ഒരു സാഹചര്യമാണ്. അമ്പലപ്പുഴയാണ് ഏറ്റവും ശ്രദ്ധ. അതെ, കേരളത്തിലെ ഒരു വമ്പൻ മത്സരം നടക്കുന്ന സ്ഥലമാണ് അമ്പലപ്പുഴ. അവിടെ സ്വതന്ത്രനായിട്ട് G. സുധാകരൻ മത്സരിക്കും. UDF പിന്തുണ കൊടുക്കുന്നു. G. സുധാകരന് വളരെ സ്വാധീനമുള്ള മേഖലയാണ്. H. സലാമാണെങ്കിൽ തോൽപ്പിക്കണമെന്ന് അവർക്ക് വാശിയാണ്. അതെ, H. സലാമാണെങ്കിൽ മത്സരിക്കുമെന്ന് സുധാകരൻ വളരെ നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നതാണ്. അതിൻ്റെ ഒരു തീരുമാനത്തിൻ്റെ ബലം കൂടിയാണ്
സുധാകരൻ്റെ ഈ മത്സരം. സുധാകരന് അത് UDFൻ്റെ സ്വതന്ത്രനായി മത്സരിക്കുന്നു. അങ്ങനെ UDFൻ്റെ സ്വതന്ത്രനായി മത്സരിക്കുന്ന സുധാകരന് 43% വോട്ട്. അമ്പലപ്പുഴ എന്ന് പറഞ്ഞാൽ CPMൻ്റെ കോട്ടയാണ്, അവിടെ കിട്ടുമെന്നാണ് പറയുന്നത്. LDFന് 38%, NDAക്ക് അവിടെ 16%. 16% വോട്ടാണ് അമ്പലപ്പുഴയിൽ. അമ്പലപ്പുഴയിൽ സ്ഥാനാർത്ഥി ആരാണ്? NDAയുടെ വാചസ്പതിയാണോ? അല്ല, വാചസ്പതി അല്ല, വാചസ്പതി ഹരിപ്പാടാണ് അമ്പലപ്പുഴയിൽ. പക്ഷേ NDA ഇത് നമ്മുടെ ശോഭാ സുരേന്ദ്രൻ ലോക്സഭയിൽ മത്സരിച്ചപ്പോൾ വലിയ തോതിൽ വോട്ട് കിട്ടിയൊരു വളരെ കുറവാണ്. പക്ഷേ കുറവാണ്. കാര്യം അത് സുധാകരൻ്റെ ഒരു സ്വാധീനം എന്ന് പറഞ്ഞാൽ ഈഴവ വോട്ടുകളിൽ സുധാകരന് ചെലുത്താൻ പറ്റുന്ന സ്വാധീനമാണ് ഈ ബലം കാണിക്കുന്നത്. ഈ നല്ല കമ്മ്യൂണിസ്റ്റുകാർ സുധാകരൻ വോട്ട് ചെയ്യും. ഈ പിണറായി സത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്ന സുധാകരന്റെ വിജയം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലനിൽപ്പിന് ആവശ്യമാണെന്ന് വിശ്വസിക്കുന്നവർ വോട്ട് ചെയ്യും. എന്തായാലും വളരെ സന്തോഷകരമായ റിസൾട്ടാണ് അമ്പലപ്പുഴയിൽ നിന്ന്. കുട്ടനാട് UDFനെ വലിയ മുന്നേറ്റം പറയുന്നു. 46% പറയുന്നു. LDFന് 41, NDAക്ക് 11, മറ്റുള്ളവർ 1, നോട്ട 1. സത്യത്തിൽ ഈ ആര് ജയിക്കണം ആര് തോൽക്കണം എന്നൊക്കെ പറയുന്ന ഒരു പരമ്പര പറയുമ്പോൾ തോൽപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന എനിക്ക് യാതൊരു പരിചയവുമില്ല. പക്ഷേ പണത്തിൻ്റെയും എന്താണ് പറയുന്നത്, പണത്തിൻ്റെ ഹുങ്കു കൊണ്ട് കേരളം ഭരിക്കാമെന്ന് കരുതുന്ന ഒരു പരമ്പരയുടെ ഭാഗമാണ് തോമസ് കെ തോമസ്. NCP ആണ് അഹങ്കാരം. ഞാൻ മന്ത്രിയാകും എന്ന് നേരത്തെ പറയുന്നു, ജലസേചന വകുപ്പ് മന്ത്രിയാകും നേരത്തെ പ്രഖ്യാപിക്കുന്നു. പക്ഷെ ആയില്ല. പിണറായിയോട് എനിക്ക് ഏറ്റവും കൂടുതൽ ആദരവ് തോന്നിയത് ഇയാളെ മന്ത്രിയാക്കിയില്ല എന്നാണ്. ഇയാൾ മന്ത്രിയാക്കിയില്ലേ മന്ത്രിസഭ താഴെ ഇടുന്നവരെ പറഞ്ഞ കക്ഷിയാണ്. ഞാൻ പിണറായിയെ ഏറെ ബഹുമാനിക്കുന്ന ഒരൊറ്റ കാര്യത്തിലാണ് ഈ 5 കൊല്ലത്തെ ഭരണത്തിൽ ഇയാളെ മന്ത്രി. അതുപോലെ കുട്ടനാട് സുധാകരന് വളരെ സ്വാധീനമുള്ള സുധാകരൻ തൊട്ടടുത്ത മണ്ഡലം എന്ന നിലയിൽ കുട്ടനാട് ഒരു കർഷക ഒരു കേരള കോൺഗ്രസ് മണ്ഡലമായിരുന്നു. അത് നിർഭാഗ്യവശാൽ ഇവർ പിടിച്ചെടുത്തു. ജോസഫ് എന്ന് പറയുന്ന ആള് അദ്ദേഹം ഡോക്ടറായിരുന്നു. പക്ഷെ അത് പോയി അയാൾ വേറെ പാർട്ടി ഉണ്ടാക്കി പോയി. എന്തായാലും ഇപ്പോൾ അവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി വിജയിക്കും. UDF വിജയിക്കും. അത് സുധാകരനും കൂടെ നേട്ടമായിട്ട് മാറും. സുധാകരൻ നേട്ടമാവും, UDFന് വലിയ ഗുണകരമാകും. എന്തായാലും കുട്ടനാട് LDFന് നഷ്ടപ്പെടുമെന്നാണ്. അടുത്തത് ഹരിപ്പാടാണ്. ഹരിപ്പാട് രമേശ് ചെന്നിത്തലയാണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി. ഒരുപക്ഷെ മുഖ്യമന്ത്രിയായി പോലും ചർച്ച ചെയ്യപ്പെടുന്ന പേരാണ് രമേശ് ചെന്നിത്തലയുടെ. അവിടെ രമേശ് ചെന്നിത്തലയ്ക്കെതിരെ BJP സന്ദീപ് വായസ്പതി എന്ന് പറയുന്ന ഒന്നാം തരം സ്ഥാനാർത്ഥിയെ ഇറക്കി. അത് നമ്മുടെ ഇതിൽ വളരെ വോട്ട് കുറവാണ്. ഇത്രയും വോട്ട് കുറയേണ്ട കാര്യമില്ല. അതേപോലെ ഈ ഹരിപ്പാട് മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രൻ വലിയ മുന്നേറ്റം ഉണ്ടാക്കിയൊരു ഒന്നാമതല്ല നേരിയ വോട്ടുകൾക്ക് വ്യത്യാസം വന്ന. സത്യത്തിൽ എനിക്കറിയില്ല, നമ്മൾ ഈ സാമ്പിൾ സർവേ, നമ്മൾ റാൻഡം സർവേയാണ്. റാൻഡം സർവേയിൽ പലപ്പോഴും ചില രേഖകളൊന്നും ശരിയാവുന്നില്ല. എന്തായാലും ഹരിപ്പാട് എന്ന് പറയുന്നത് NDAക്ക് കുറവാണ്. മറ്റുള്ളവർക്ക് 1, നോട്ടയ്ക്ക് 2. അതായത് രമേശ് ചെന്നിത്തല വളരെ ഈസി ആയിട്ട് ജയിക്കും എന്നാണ്. 10% നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും. അതായത് പൊട്ടൻഷ്യൽ മുഖ്യമന്ത്രിയാണ്. VD സതീശനും രമേശ് ചെന്നിത്തലയും ജയിക്കും. രണ്ടുപേരും വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കും എന്നാണ് റിപ്പോർട്ട്. കായംകുളത്തേക്ക് പോകാം. വളരെ കൗതുകമുള്ള ഒരു മണ്ഡലമാണ് കായംകുളം. കാരണം ആര് തോറ്റാലും ജയിക്കണേ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന സ്ഥാനാർത്ഥിയാണ് കായംകുളത്തെ UDF സ്ഥാനാർത്ഥി ലിജു. കാരണം ലിജു എന്ന് പറഞ്ഞാൽ ഒരു നല്ലവരിൽ നല്ലവനായ, നമ്മൾ നേരത്തെ പറയാം CPI പ്രസാദൊക്കെ നല്ലവരിൽ നല്ലവനായ ഒരു സ്ഥാനാർത്ഥിയാണ്. പക്ഷേ നിർഭാഗ്യം എക്കാലത്തും ലിജുവിനൊപ്പം ഉണ്ടായിരുന്നു. ആ ലിജു ഇത്തവണ മത്സരിക്കുമ്പോൾ ജയിച്ചില്ലെങ്കിൽ പിന്നെ ലിജുവിന് ജീവിതത്തിൽ ജയിക്കാൻ പറ്റില്ല. പ്രതിഭയാണ് അവിടെ സിറ്റിംഗ് MLA. പ്രതിഭയാണ്. പ്രതീകമായി നമുക്ക് വേണേ പ്രതിഭയെ വിശേഷിപ്പിക്കാം. പ്രതിഭയ്ക്കെതിരായി ഞാനതാ ഇപ്പോൾ എനിക്ക് പ്രേക്ഷകരോട് സന്തോഷപൂർവ്വം പറയാനുള്ളത്, കായംകുളത്തെ മറുനാടൻ ഒപ്പീനിയൻ പോളിൽ വളരെ വ്യത്യാസത്തോടു കൂടി ലിജു മുമ്പിൽ നിൽക്കുന്നു. UDFന്റെ സ്ഥാനാർത്ഥി ലിജു 42% വോട്ടുകൾ നേടുമ്പോൾ LDFന്റെ പ്രതിഭയ്ക്ക് 36% വോട്ട്. അതായത് 6% വ്യത്യാസമുണ്ട്. NDA 18, മറ്റുള്ളവർ 2, നോട്ട 1. കായംകുളത്ത് ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുന്ന ഒരു ഘട്ടത്തിൽ പറഞ്ഞാണ്. അവിടെ BJPക്ക് 18, NDAക്ക് 18% വോട്ട് കിട്ടുന്നു. ഇതിൽ കായംകുളത്ത് ഒരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ ലിജുവിൻ്റെ പാവത്തനം അതൊരു ഘടകം തന്നെയാണ്. എല്ലാവർക്കും ഒരു വാത്സല്യമുണ്ട്. അതിനൊപ്പം തന്നെ അമ്പലപ്പുഴ പോലെ സുധാകരന് സ്വാധീനമുള്ള, കുട്ടനാടിനേക്കാൾ സുധാകരന് സ്വാധീനമുള്ള സ്ഥലമാണ് കായംകുളം. സുധാകരൻ എഫക്റ്റ് ഉണ്ട്. സുധാകരൻ പ്രതിഭയ്ക്ക് എതിരാണ്. പല കാര്യങ്ങളുണ്ട്. പ്രതിഭയ്ക്ക് സലാമിനെ പോലെ തന്നെ പ്രതിഭയ്ക്ക് നേരത്തെ ചില പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ പ്രതിഭയ്ക്ക് എതിരാണ്. പ്രതിഭയ്ക്കെതിരാണ്. ആ സ്വാധീനം കായംകുളത്ത് ലിജുവിന് വോട്ടായി മാറുമെന്ന് തന്നെ പറയാം. അങ്ങനെയാണെങ്കിൽ ഈ സർവേ അനുസരിച്ചാണെങ്കിൽ സുധാകരൻ എഫക്റ്റ് ആലപ്പുഴയിൽ വലിയ തോതിൽ 3 അമ്പലപ്പുഴയും കായംകുളവും കുട്ടനാട്. അതിൽ അമ്പലപ്പുഴയും കായംകുളവും CPMന്റെ ശക്തി കേന്ദ്രങ്ങളാണ്. എന്തുകൊണ്ട് ആലപ്പുഴയിലേക്കും ചേർത്തലയിലേക്കും പോയില്ല എന്നുള്ള ചോദ്യം ബാക്കിയാണ്. നമുക്ക് നോക്കാം. എന്തായാലും CPMനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാവും ഈ 3 മണ്ഡലം. അതിൽ ആലപ്പുഴയിൽ വോട്ട് വളരെ കുറവാണ്. നടക്കുന്നുണ്ട്. അടുത്തത് പറയൂ. അടുത്തത് മാവേലിക്കരയാണ്. മാവേലിക്കരയിൽ
LDFിൻ്റെ സ്ഥാനാർത്ഥിയാണ്. അത് ഒരു അതെ പോപ്പുലറാണ്, ഒരു സാധാരണക്കാരനാണ്. അദ്ദേഹത്തിന് LDFന് 42% വോട്ടും UDFന് 36% വോട്ടും, അവിടെ NDA 20% വോട്ട് നേടുന്നു. മറ്റുള്ളവർ ഒന്ന് മാവേലിക്കര NDA 20% നേടുകയും ഹരിപ്പാട് 15% എന്ന് പറഞ്ഞാൽ എനിക്ക് അന്നോട്ട് മനസ്സിലാവില്ല. അത് ഹരിപ്പാട് രമേശ് ചെന്നിത്തലയാണ് സ്ഥാനാർത്ഥി, മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് BJP വോട്ട് ചെയ്യുന്ന ഹിന്ദു വോട്ടുകൾ ആകർഷിക്കാൻ പറ്റുന്ന ഒരു നേതാവാണ് രമേശ് ചെന്നിത്തല. അപ്പോൾ മാവേലിക്കര ഒരു അത്ഭുതവും പ്രതീക്ഷിക്കേണ്ടത്. മാവേലിക്കരയിൽ ഒരു അത്ഭുതവും പ്രതീക്ഷിക്കും. എന്തൊരു മുത്തുരാജോ അങ്ങനെ കണ്ടൊരു അതെ അവിടെ ഒരു സ്ഥാനാർത്ഥിയാണ്. പക്ഷേ അവിടെ മാവേലിക്കരയിൽ LDFിൻ്റെ CPMൻ്റെ സ്ഥാനാർത്ഥി വിജയിക്കും. ചെങ്ങന്നൂരിലും പ്രതീക്ഷിക്കുന്ന ഫലം തന്നെയാണ്. LDF മന്ത്രി സജി ചെറിയാനാണ് ചെങ്ങന്നൂരിൽ വളരെ ജനകീയനായ വ്യക്തിയാണ്. അദ്ദേഹത്തിന് 38% വോട്ടാണ് കിട്ടുന്നത്. UDFന് 34, NDAക്ക് 25, മറ്റുള്ളവർ 1, നോട്ട 2. ചെങ്ങന്നൂർ ഒരു BJPയുടെ ശക്തി കേന്ദ്രമായിട്ട് അറിയപ്പെടുന്നതാണ്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിരുന്നു. സന്ദീപ് വാചസ്പതി അവിടെ മത്സരിക്കുമെന്ന് കരുതിയാണ്. മത്സരിച്ച നേട്ടിക്കണം. ഇപ്പൊ തന്നെ നോക്കൂ, 25% ഉണ്ട്. വാചസ്പതി ആയിരുന്നെങ്കിൽ ഇതൊരു 30-ൽ കൂടുതലായ ഒരു പക്ഷേ അത്ഭുതപ്പെടുത്തുന്നു. 4% വ്യത്യാസമേ സജി ചെറിയാനും UDF തമ്മിലുള്ളൂ. അതെ, നല്ലൊരു BJP സ്ഥാനാർത്ഥിയായിരുന്നെങ്കിൽ ബലം ഈ സജി ചെറിയാൻ അത്ര വോട്ട് കുറയുമോ? കാരണം എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ CPM നേതാക്കളിൽ ഏറ്റവും ജനകീയൻ സജി ചെറിയാനാണ്. ഈ ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്നതിന് തെളിവാണ് ഈ ഫലം. മറ്റ് പല സ്ഥലത്ത് നമ്മൾ മന്ത്രിമാർ തോക്കുന്നതാണ് കണ്ടത്. ഇവിടെ വരുമ്പോൾ പുള്ളി അത്രയും ജനകീയനായതുകൊണ്ട് പുള്ളി ശരി ഒരുപാട് മറികടക്കുന്നു. മന്ത്രിമാർ തോറ്റപ്പെടാണ്. പക്ഷെ എങ്കിൽ പോലും ഞാൻ ഇപ്പോഴും പ്രതീക്ഷിക്കുന്ന സർവേക്ക് അപ്പുറത്തേക്ക് സജി ചെറിയാൻ ഇതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം ഉണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഈ ചെങ്ങന്നൂരിന്റെ പൾസ് അതിനകത്ത് ജാതി മത ഭേദമൊന്നുമില്ല. സജി ചെറിയാനോടൊരു പ്രത്യേകതരം വാത്സല്യമുണ്ട്. അതായത് PC ജോർജിനോട് പൂഞ്ഞാറുകാർക്ക് പണ്ടുണ്ടായിരുന്നൊരു ഇഷ്ടം സജി ചെറിയാനോട്. ഈ കുന്തം കുടച്ചൊക്കെ പറയുന്നത് പോലും പുള്ളി സ്കൂട്ടറിലാണ് യാത്ര ചെയ്യുന്നത്. നല്ല അദ്ദേഹത്തിന് കുറെ ചാരിറ്റി പ്രവർത്തനമുണ്ട്. ഇതാണ് ആലപ്പുഴയുടെ അവസ്ഥ അല്ലേ? മൊത്തത്തിൽ ആലപ്പുഴ എങ്ങനെയാണ്? മൊത്തത്തിൽ ആലപ്പുഴയിൽ 9 സീറ്റാണുള്ളത്. ഇത്തവണ UDFന് 5, LDFന് 4. അതായത് UDF സ്ലൈറ്റ് എഡ്ജ് കിട്ടുന്നു. പക്ഷേ കഴിഞ്ഞ തവണ 1 സീറ്റേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് 4 സീറ്റാണ് അവിടെ കൂടുതലായിട്ട് UDFന് കിട്ടുന്നത്. ഇതിൻ്റെ അകത്ത് ആലപ്പുഴയും ചേർത്തലയും ഒക്കെ വേണമെങ്കിൽ മാറി വരാം. സുധാകരൻ ജയിക്കുന്നതാണ് CPMനെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്നത്. എനിക്ക് ഏറ്റവും കൂടുതൽ കൗതുകമുള്ള ഒരു മണ്ഡലം, ഒരു ജില്ല പത്തനംതിട്ടയാണ്. അതിന് കാരണം ഞാൻ പത്തനംതിട്ട കോട്ടയം ജില്ലക്കാരനാണെങ്കിലും പത്തനംതിട്ട അയൽവക്കക്കാരനാണ്. ഞങ്ങളുടെ ഈ റാന്നിയും എല്ലാം ഞങ്ങളോട് ചേർന്ന് കിടക്കുന്നത്. പത്തനംതിട്ടയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഈ കോട്ടയത്തെക്കാൾ. കാരണം ഞാൻ തിരുവനന്തപുരത്തു നിന്നുള്ള എൻ്റെ യാത്ര മുഴുവൻ പത്തനംതിട്ടയിലൂടെയാണ്. അവിടെ എനിക്ക് ഈ പത്തനംതിട്ടയുടെ കാര്യത്തിൽ വലിയ സന്തോഷമുണ്ട്. മാത്രമല്ല പത്തനംതിട്ട ഒരു പ്രത്യേകത, നിലവിൽ ഒരു സീറ്റ് പോലും UDFനില്ല. പക്ഷേ പരമ്പരാഗത UDF ഇടുക്കിയും പത്തനംതിട്ടയും കോട്ടയവും പരമ്പരാഗത UDF ജില്ലകളാണ്. അതിൽ പത്തനംതിട്ട 5 സീറ്റും LDFനാണ് എന്ന് പറയുന്ന ഒരു UDF പ്രവർത്തകരെ നിരാശപ്പെടുത്തുന്ന കാഴ്ചയായിരുന്നു. എന്ത് സംഭവിക്കുന്നു? കേരള കോൺഗ്രസിന്റെ മാറ്റം കൂടെ കഴിഞ്ഞ തവണ ഇതിനെ ഈ ഫലത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും കേരള കോൺഗ്രസ് ഇടതുമുന്നണിയിലാണ്. നമ്മൾ ആദ്യം നോക്കുന്നത് റാന്നിയിലെ ഫലമാണ്. റാന്നിയിൽ UDFന് 48%, LDFന് 38%, NDAക്ക് 17%, മറ്റുള്ളവർക്ക് 1, നോട്ടയ്ക്ക് 2. അതായത് റാന്നി UDF പിടിച്ചെടുക്കുകയാണ്. റാന്നി എന്ന് പറയുന്ന മണ്ഡലം ഞങ്ങളുടെ വീടിനോട് ചേർന്ന് കിടക്കുന്നതാണ്. എൻ്റെ വീടിന്റെ അപ്പുറത്തുനിന്ന് ഒന്ന് കൈ കുട്ടിയാൽ അപ്പുറം ഇരിക്കുന്ന ആള് റാന്നി മണ്ഡലമാണ്. ആ റാന്നിയിലെ ഒരു സ്ഥാനാർത്ഥി എൻ്റെ അടുത്ത് പറഞ്ഞത് ഏറ്റവും കൂടുതൽ അവിടെ കാണുന്ന മറുനാടൻ മലയാളിയാണ്. റാന്നിയുടെ സ്ഥാനാർത്ഥി എന്നല്ല, പൊതുവെ എല്ലായിടത്തും വിളിക്കുമ്പോൾ പറഞ്ഞൊരു കാര്യമാണ് നമ്മുടെ മറുനാടനാണ്. പക്ഷേ ഈ റാന്നി മണ്ഡലത്തിൽ UDF ഉറപ്പായും ജയിക്കേണ്ടതായിരുന്നു. കാരണം കഷ്ടിയാണ് പ്രമോദ് നാരായണൻ കഴിഞ്ഞ തവണ ജയിച്ചു പോയത്. CPMന് പ്രമോദ് നാരായണന് താല്പര്യമില്ല. പിന്നെ എനിക്ക് ആകെപ്പാടെ ഒരു സംശയം തോന്നിയിട്ടുള്ളത് നമ്മുടെ സ്ഥാനാർത്ഥിയുടെ പേരെന്താണ്? പഴകുളം മധുവിന് അതിനുള്ള ഒരു ഇതുണ്ടോ എന്നുള്ളതാണ്. എനിക്കറിയില്ല. രമേശിനാണ് കൂടുതൽ. ജില്ലാ പഞ്ചായത്തിലേക്ക് അദ്ദേഹം CPMന്റെ കോട്ടയിൽ നിന്ന് തന്നെ പണ്ട് മത്സരിച്ച് ജയിച്ച ചരിത്രമുള്ള കക്ഷിയാണ്. പണ്ട് വലിയ നേതാവായിരുന്നു പുള്ളിക്ക്. പക്ഷേ എന്തുകൊണ്ടോ അതിന് ആ KSUവിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ഉള്ള ഒരു മുന്നേറ്റം പിന്നീടുണ്ടാവും. ഒരു ഘട്ടത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റായി പോലും പഴകുളം മധുവിനെ പരിഗണിച്ചിരുന്നു. അങ്ങനെയുള്ള നേതാവാണ്. പിന്നീട് പുള്ളിക്ക് അതിനൊത്ത്, അതായത് അവിടെ കുറച്ച് സീറ്റല്ലേ ഉള്ളൂ പത്തനംതിട്ടയിൽ. അപ്പം ഈ സീറ്റുകളെന്ന് പറഞ്ഞാൽ പല വമ്പന്മാരാണ് അവിടെ പണ്ട് കോൺഗ്രസിനായിട്ട് മത്സരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ആ കാലത്ത് അവിടെ മത്സരിക്കാൻ പറ്റിയില്ല. പിന്നീട് ഇപ്പോഴാണ് അത് KC വേണുഗോപാലിൻ്റെ വിശ്വസനം എന്ന നിലയിൽ തന്നെയാണ് അദ്ദേഹത്തിന് സീറ്റ് കിട്ടുന്നത്. വാസ്തവത്തിൽ റാന്നിയിൽ പഴകുളം മധുവിനേക്കാൾ സാധ്യതയുള്ള 2 സ്ഥാനാർത്ഥികളുണ്ടായിരുന്നു, ഒരു ആരോണും പക്ഷേ പഴകുളം മധു എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ പ്രചരണത്തിൽ തുടക്കത്തിൽ ഇങ്ങനെ പിന്നിൽ പോയെങ്കിലും ഈ പാട്ട് പാടിയതോടെ, ശബരിമലയിലെ പാട്ട് പുള്ളി പാടിയതോടെ പുള്ളി കയറി വന്നു എന്നാണ്. സംസ്ഥാന തലത്തിൽ തന്നെ ശ്രദ്ധയാവുകയും അവിടെ ഒരു നല്ല മത്സരം. പിന്നെ അവിടുത്തെ NDA സ്ഥാനാർത്ഥിയും അത്ര ശക്തനല്ല എന്നുള്ളത് കോൺഗ്രസിന് ഗുണം ചെയ്യുന്നുണ്ട്. കോന്നിയിലേക്ക് പോവാം. കോന്നി അടൂർ പ്രകാശനം. അതുപോലെ റാന്നിയെ പറ്റി ഒരു കാര്യം കൂടെ പറയണം. അത് ശബരിമല ഇരിക്കുന്ന മണ്ഡലമാണ്. അത് UDF പിടിച്ചെടുക്കാൻ പോകുന്നു എന്നാണ് സർവേ കാണിക്കുന്നത്. കോന്നി
അടൂർ പ്രകാശിന്റെ മണ്ഡലമാണ്. പക്ഷെ അടൂർ പ്രകാശിനെ അങ്ങോട്ട് കൊണ്ടുവന്നതിന് ശേഷം അതെ ജനീഷ് കുമാർ കൊണ്ടുപോയി. ജനീഷ് കുമാർ മണ്ഡലത്തിൽ വലിയ സ്വാധീനം ഇപ്പോഴും നിലനിർത്തുന്നു എന്നാണ് കോന്നിയിലെ സർവേ ഫലം. പ്രൊഫസർ സതീഷ് കൊച്ചുപറമ്പിൽ എന്ന് പറയുന്ന ആളാണ്, അവിടെ ഒരു അധ്യാപകനൊക്കെ ആയിരുന്നു, അദ്ദേഹമാണ് സ്ഥാനാർത്ഥി. ഈ സതീഷ് കൊച്ചുപറമ്പിലിന് ജനീഷ് കുമാറിനെ തോൽപ്പിക്കാനുള്ള ഒരു ശേഷി ഇതുവരെ കൈവന്നിട്ടില്ല. കോന്നിയിൽ LDF 40%, UDF 37%, NDAക്ക് 20%, മറ്റുള്ളവർക്ക് 1%, നോട്ടയ്ക്ക് 1%. ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലം ആറന്മുളയിൽ അബിൻ വർക്കിയാണ് മത്സരിക്കുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ മുഖമായിരുന്നു, ഒരുപാട് സമര പോരാളിയാണ്. മന്ത്രി വീണ ജോർജ് ആദ്യം പറയണം. അതെ, മന്ത്രി വീണ ജോർജ്. കേരളം ഏക മനസ്സോടുകൂടി തോൽക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന സകല ക്ഷേത്രങ്ങളിലും സകല മോസ്കുകളിലും സകല പള്ളികളിലും സാധാരണ മനുഷ്യൻ, നീതിബോധമുള്ള മനുഷ്യൻ. അതേപോലെ BJPയുടെ ഏറ്റവും ജനകീയ മുഖമെന്ന് കരുതുന്ന കുമ്മനം രാജശേഖരൻ അവിടെ മത്സരിക്കുന്നത്. അതിൽ അബിൻ വർക്കി വ്യക്തമായ മുൻതൂക്കം നേടുന്നു എന്നാണ് നമ്മുടെ സർവേ ഫലം കാണുന്നത്. UDF ഇതിൻ്റെ ഒരു കാരണം ഞാൻ മനസ്സിലാക്കുന്നത് ഈ നമ്മുടെ കുമ്മനം രാജശേഖരൻ അല്പം പിന്നോട്ട് പോയി എന്നുള്ളതാണ്. അത് ഞാൻ അന്വേഷിച്ച് എന്ത് പറ്റിയെന്ന്. ശരിക്കും പറഞ്ഞാൽ പത്തനംതിട്ട ജില്ലയിലെ ആറന്മുള മണ്ഡലത്തിൽ കുമ്മനം രാജശേഖരന് വലിയൊരു അടിത്തറയുള്ളത്. പക്ഷെ കുമ്മനത്തിന് മത്സരിക്കാൻ താല്പര്യമില്ല. ഞാൻ ഈ വളരെ അറിയാവുന്നതാണ്. അപ്പോൾ പറയാം, എന്നാൽ നിങ്ങൾ പറയാം. അദ്ദേഹം തിരുവനന്തപുരത്ത് ഒരു മണ്ഡലത്തിലാണ് മത്സരിക്കാൻ ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ പിന്നെ ചാത്തന്നൂർ പോലുള്ള മണ്ഡലങ്ങളിലൊക്കെ പരിഗണിച്ചിരുന്നു. അവസാനം അദ്ദേഹത്തെ മനസ്സോടെയാണ് ആറന്മുളയിലേക്ക് പറഞ്ഞു വിട്ടത്. അതായത് മത്സരിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു ഇവിടെ തിരുവനന്തപുരത്ത് മത്സരിക്കണമെങ്കിൽ ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് അദ്ദേഹത്തിന് മത്സരിക്കാനേ താല്പര്യം ഉണ്ടായിരുന്നില്ല. മത്സരിക്കണമെങ്കിൽ തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന് മത്സരിക്കാൻ സീറ്റ് കൊടുക്കാമായിരുന്നു, പക്ഷേ കൊടുത്തില്ല അദ്ദേഹത്തെ. അതുകൊണ്ട് അദ്ദേഹം വേണ്ടത്ര അവസാനം വരെ അദ്ദേഹം തിരുവനന്തപുരത്ത് തന്നെ നിന്നിട്ട് അവസാനമാണ് ആറന്മുളയിലേക്ക് പോയത്. എന്തായാലും വളരെ പക്ഷേ ഈ കുമ്മനം രാജശേഖരന് വോട്ട് പറയാൻ ഭരണവിരുദ്ധ വികാരം ഏറ്റവും കൂടുതൽ പ്രതിഫലിക്കാൻ പോകുന്ന ഒരു മണ്ഡലം ആറന്മുളയാണ്. കാര്യം ആരോഗ്യമന്ത്രിയാണ്. ആരോഗ്യ വകുപ്പിനെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ പരാതികളുള്ളത്. പിന്നെ സ്വന്തം ഭർത്താവ് പോലും ഒരു ഘട്ടത്തിൽ മത്സരിക്കരുതെന്ന് വീണയോട് പറഞ്ഞിരുന്നു. അത് സഹതാപം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തായിരിക്കും. അങ്ങനെ ആവാൻ വഴിയില്ല, അങ്ങനെ പറയത്തില്ലല്ലോ എൻ്റെ ഭാര്യയ്ക്ക് സീറ്റ്. അതുകൊണ്ടായിരിക്കും ഏറ്റവും നിർണായകമായി മാറുന്നത് ഓർത്തഡോക്സ് സഭാംഗമാണ്. ഈ രണ്ടുപേരിൽ ആരാണ് കൂടി ഓർത്തഡോക്സ് എന്നുള്ളതായിരുന്നു. അപ്പം നേരത്തെ ഓർത്തഡോക്സ് വീണയുടെ ഭർത്താവ് സഭയുടെ പഴയ സെക്രട്ടറി ആകുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് അറിയുന്നത് കാതോലിക്ക ബാവയുടെ ബന്ധുവാണ് അബിന്ന്. അപ്പൊ പിന്നെ തുമ്പമൺ ഭദ്രാസനം എത്താൻ വിചാരിച്ചിട്ട് കാര്യമില്ല, കാതോലിക്ക ബാവ തന്നെ. അതേപോലെ അബിൻ വർക്കി നല്ല നേതാവാണെന്ന് തെളിയിച്ച. എന്ന് മാത്രമല്ല അബിൻ വർക്കി അവിടെ ചെന്നിട്ട് ഒരു ലാൻഡിങ് ഉണ്ട്. ആ പ്രസ് ക്ലബിൽ വീണയെ അങ്ങ് വലിച്ച് ഒട്ടിച്ച്. അത് മാത്രമല്ല ആ മറ്റേ കോഴഞ്ചേരി കോളേജിൽ അദ്ദേഹം പോയപ്പോൾ തടഞ്ഞു, SFIക്കാർ തടഞ്ഞു. ഇതേ അവസ്ഥ അതിന് തൊട്ട് മുമ്പിൽ കണ്ണൂരിലെ കോളേജിൽ അവിടുത്തെ പുള്ളിക്ക് തിരിച്ചു വരേണ്ടി വന്നു. പക്ഷേ ഇദ്ദേഹം അവിടെ പോയി എല്ലാ ക്ലാസ് റൂമിലും കയറി അവരെ വെല്ലുവിളിച്ച് വോട്ട് ചോദിച്ചിട്ട് വന്നു. അത് എല്ലാ പത്രങ്ങളിലും വാർത്തയായി. ഇതോടെ തന്നെ പുള്ളിക്ക് വലിയ ഹൈപ്പ്. അല്ല, പെട്ടെന്ന് ആദ്യം ഒരു അകൽച്ച ഉണ്ടായിരുന്നു. പക്ഷേ അത് പ്രാദേശികമായി ഉണ്ടായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ അകൽച്ച ഉണ്ടായിരുന്നു. പക്ഷെ അവരെല്ലാം സെറ്റിൽ ചെയ്തു. നല്ല ഒരു എൻട്രിയാണ് അവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോഴത്തെ നമ്മുടെ സർവേ ഫലം അബിൻ വർക്കി നല്ല MLA ആയിരിക്കും എന്നുള്ളതിലും നമുക്ക് സംശയം വേണ്ട. പുള്ളി ചാനൽ ചർച്ചയിലൊക്കെ പങ്കെടുക്കുന്ന വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ നമുക്ക് പറയാം ആറന്മുളയിൽ UDF 41% വോട്ട്, LDF 36%, NDAക്ക് 20%, മറ്റുള്ളവർ 2, നോട്ട 1. നമുക്കിനി ശ്രദ്ധേയമായൊരു മണ്ഡലം തിരുവല്ലയാണ് രമേശ്. ഈ തിരുവല്ലയുടെ പ്രത്യേകത ഈ മാത്യു ടി തോമസ് ആണ് അവിടെ ദീർഘകാലമായി MLA ആയിരിക്കുന്നത്. ഈ മാത്യു ടി തോമസിനെ MLA ആക്കാൻ കാരണം എന്ന് പറയുന്നത് ഒന്ന്, അയാൾ സൗമ്യനാണ്, നല്ലവനാണ്. പക്ഷെ അയാളൊരു മാർത്തോമ വൈദികന്റെ മകനാണ്. മാർത്തോമ സഭയുടെ ആസ്ഥാനമാണ് തിരുവല്ല. അതുകൊണ്ട് അവിടെ ഒരു മാർത്തോമ സഭയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ആളായിരിക്കും ആവുന്നത്. അപ്പൊ പലപ്പോഴും അവിടെ പറ്റിയ സ്ഥാനാർത്ഥിയെ കിട്ടില്ല. ആദ്യമായി ഇതിനേക്കാൾ വലിയ മാർത്തോമക്കാരനെ കിട്ടി. വർഗീസ് മാമൻ എന്ന് പറയും, കേരള കോൺഗ്രസ്സുകാരനാണ്, ജനകീയനാണ്. ഈ വർഗീസ് മാമന്റെ അച്ഛനും മാർത്തോമ വൈദികനാണ്, ഒരു സഹോദരനും മാർത്തോമ സഭയിലെ വൈദികനാണ്, ഒരു അളിയൻ മാർത്തോമ സഭയിലെ വൈദികനാണ്, മാത്രമല്ല ജനകീയനാണ്. അപ്പൊ അങ്ങനെ ഈ വർഗീസ് മാമന്റെ ഒരു അസാധാരണമായ മുന്നേറ്റം ഈ മാർത്തോമക്കാർക്കിടയിൽ ആര് വേണമെന്ന ചോദ്യത്തിൽ വർഗീസ് മാമൻ എന്ന് വന്നത്. അതേപോലെ തന്നെ അവിടുത്തെ BJP സ്ഥാനാർത്ഥി മിടുക്കനായ. തീർച്ചയായും BJP സ്ഥാനാർത്ഥി അനൂപ് ആന്റണിക്ക് ഉള്ള വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പല ക്രൈസ്തവ നേതാക്കളും പിന്നീട്, അതായത് മോദി ഭരണത്തിന് ശേഷം BJPയിൽ വന്നതാണ്. ഇദ്ദേഹമാണെങ്കിൽ അനൂപ് എന്ന് പറഞ്ഞാൽ അതിനു മുമ്പ് തന്നെ BJPയുടെ ഭാഗമായി. മോദി വന്നപ്പോൾ അതെ ജോർജ് കുര്യനെ പോലെ അധികാരം കണ്ട് BJPയിൽ വന്ന ഒരാളല്ല. അതിനു മുമ്പ് തന്നെ ഡൽഹിയിൽ അദ്ദേഹം ABPയുടെ ഭാഗമായും വർക്ക് ചെയ്യുകയും അവിടുത്തെ ദേശീയ നേതൃത്വമായിട്ട് വളരെ അടുപ്പം. മോദി വന്ന് പറഞ്ഞു ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. അതിന് ആ കഥ അറിയാവോ? ഡൽഹിയിൽ മോദി വന്ന് ഒരു റിസർച്ച് ചെയ്യുന്ന സമയമുണ്ട്. ഈ സമയത്ത് മോദിയെ സഹായിക്കാൻ
അനൂപ് ആന്റണി ഡൽഹിയിലുണ്ടായിരുന്നു. ഈ വിവേകാനന്ദ അതെ ഇൻസ്റ്റിറ്റ്യൂട്ട് അത് പരമേശ്വർജിയുടെ ചെയർമാനായ സ്ഥാപനമാണ്. അപ്പം ഈ മാത്രമല്ല, ഈ അനൂപ് ആന്റണി എന്ന് പറയുന്നത് ഒരു ബഹുമിടുക്കനായ ശാന്തശീലനായ, അതുകൊണ്ട് അനൂപ് മാത്രമല്ല, അനൂപ് ബേസിക്കലി അനൂപ് മലങ്കരക്കാരനാണെങ്കിലും അമ്മ ഓർത്തഡോക്സുകാരിയാണ്. അപ്പൊ അങ്ങനെ ഒരു മതപരമായ കണക്ഷൻ ഉണ്ട്. അതുകൊണ്ട് അനൂപ് ആന്റണി വലിയ തോതിൽ ഈ മോദിയുടെ കാര്യം പറയുമ്പോൾ മോദി ഈ 2000 വന്നപ്പോഴാണ് അനൂപ് ആന്റണിയെ കൂട്ടായിട്ട് അവിടെ കിട്ടുന്നത്. അദ്ദേഹം 1980-കളിൽ ഈ പ്രസ്ഥാനമായിട്ട് അടുത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്. അന്ന് മലയാളിയായ ബാലശങ്കർ ആയിരുന്നു പുള്ളിയുടെ സഹായിയായിട്ടുണ്ടായിരുന്നത്. എന്തായാലും അനൂപ് ആന്റണി നമ്മുടെ കണക്കനുസരിച്ച് എങ്ങനെയാണ് UDF-ന് അവിടെ തിരുവല്ലയിൽ വ്യക്തമായ മുൻതൂക്കമുണ്ട്. 39% വോട്ടാണ് UDF കിട്ടുന്നത്. ഇടതുമുന്നണിക്ക് 30%, NDAക്ക് 27%. അതായത് 2ാം സ്ഥാനത്തിന് വേണ്ടി കടുത്ത മത്സരം അവിടെ നടക്കുന്നുണ്ട്. മറ്റുള്ളവർക്ക് 2, നോട്ടയ്ക്ക് 2. അതുകൊണ്ട് അനൂപ് ആന്റണി 2ാം സ്ഥാനത്ത് എത്തിയാൽ പോലും അല്ല, കാര്യം ഇന്നിപ്പോൾ മോദി വന്നിട്ടുണ്ട്. ഇന്നാണ് മോദി വന്നത്. ഈ ദിവസം നമ്മൾ ഈ ചിത്രീകരിക്കുന്ന ഈ ദിവസമാണ് മോദി അവിടെ വന്നത്. മോദി ഉണ്ടാക്കിയ ഓളമുണ്ട്. അപ്പം വേണമെങ്കിൽ മുമ്പിൽ കയറാം. അടൂര് വളരെ ശ്രദ്ധേയമായ ഒരു മണ്ഡലമാണ്. കാരണം അടൂര് കഴിഞ്ഞ MJ കണ്ണൻ അല്ലേ, അതെ, ഈ കേരളത്തിൻ്റെ ഒരു വേദനയാണ് MJ കണ്ണൻ. MJ കണ്ണൻ്റെ കഥയെന്ന് പറഞ്ഞാൽ MJ കണ്ണൻ ഒരു അസാധാരണ സിംപ്ലിസിറ്റിയുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു. MJ കണ്ണൻ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു, വിജയത്തിന്റെ അടുത്തവരെ എത്തി, നേരിയ വോട്ടിന് തോൽക്കുന്നു. പക്ഷേ ഈ പയ്യന് പിന്നീട് സംഭവിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന് അതിനുശേഷം കോവിഡ് കാലത്ത് ഒരു സമരത്തിന് പോയിട്ട് പോലീസ് ഇവനെ തല്ലിച്ചതയ്ക്കുന്നു. ഈ തല്ലിച്ചതച്ചിന്റെ ബാക്കിയായി ഇവന് കിടന്ന ഒരു ചതവും ഒക്കെ ഉണ്ടായിരുന്നു, പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നീട് അത് സ്ട്രോക്കായി മാറുന്നു, മരിച്ചു പോവുകയാണ്. അവന്റെ മകന് ഈ ഇലക്ഷൻ സമയത്ത് ബ്ലഡ് ക്യാൻസർ ആയിരുന്നു. അതിൻ്റെയൊക്കെ ഒരു വാർത്തയുണ്ടായിരുന്നു. ഒരു ഇത്രയും നല്ലവനായ ഒരു യുവ നേതാവ് നമുക്കിടയിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ പയ്യനെ ജീവിക്കാൻ ദൈവം അനുഗ്രഹം കൊടുത്തില്ല, മരിച്ചുപോയി. അവന്റെ MJ കണ്ണന്റെ ഒരു വികാരം ഇപ്പോഴും അടൂരിലുണ്ട്. ഈ അടൂരിന്റെ ഒരു വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ കാലം അടൂർ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ കുത്തക സീറ്റായിരുന്നു. അത് കഴിഞ്ഞ് ചിറ്റയം ഗോപകുമാറിന്റെ കുത്തക സീറ്റായിരുന്നു. അപ്പോൾ അതൊരു കുത്തക സീറ്റാണ്. ഇത്തവണ അടൂര് കുത്തക, അതായത് മുൻപ് ചിറ്റയം തിരുവഞ്ചൂർ മാറുന്നത് അത് SC/ST മണ്ഡലമായപ്പോഴാണ് തിരുവഞ്ചൂരിന് കോട്ടയത്തേക്ക് പോകേണ്ടി വന്നത്. പക്ഷേ ചിറ്റയത്തിനെ ഇവിടുന്ന് മാറ്റുകയാണ് CPI. ചിറ്റയം സീറ്റ് ചോദിച്ചൊന്നും അങ്ങനെ ചിറ്റയമില്ല, തിരുവഞ്ചൂരും ഇല്ല, പുതിയ ആളുകൾ വരികയാണ്. അപ്പം അവിടെ മാറുകയാണ്. അതായത് UDF അവിടെ മുൻതൂക്കം നേടുന്നു. 40% വോട്ടാണ് UDF-നുള്ളത്. LDF-ന് 32%, NDAക്ക് 25%, മറ്റുള്ളവർ 2, നോട്ട 1. ഞാനിത് പറഞ്ഞ കാരണം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മാറിയപ്പോഴാണ് അവിടെ CPI വരുന്നത്. അല്ല മാത്രമല്ല അവിടുത്തെ NDA സ്ഥാനാർത്ഥി BJP സ്ഥാനാർത്ഥി വളരെ ജനകീയനാണ്. പന്തളം സുധാകരൻ്റെ അനിയനാണ്. വലിയ ജനകീയ കോൺഗ്രസ്സുകാരനാണ്. കോൺഗ്രസിൽ സ്വാധീനം ചെലുത്തുക. എന്നിട്ടാണ് UDF 40% വോട്ട് നേടുന്നതെന്നുള്ളതാണ്. അതെ, അത് വല്ലാത്ത. അതിനൊരു കാരണം ചിറ്റയം ഫാക്ടർ ഇല്ലാത്തതും അതിനൊരു കാരണം. തിരുവഞ്ചൂർ ഫാക്ടർ പോയപ്പം CPI പിടിച്ചതുപോലെ ചിറ്റയം ഫാക്ടർ പോകുമ്പോൾ ഇത് വീണ്ടും കോൺഗ്രസ് ഒരുപക്ഷെ മുകളിലേക്ക് കയറാം. NDAയുടെ വോട്ട് മുകളിലോട്ട്. അങ്ങനെ മൊത്തം പറയൂ. നമ്മൾ പത്തനംതിട്ടയിലെ 5 മണ്ഡലത്തിൽ സർവേ ഫലം അനുസരിച്ച് UDF-ന് 4ഉം LDF-ന് 1ഉമാണ്. കഴിഞ്ഞ തവണ മുഴുവൻ ഇടതുമുന്നണിക്ക് കിട്ടിയ സീറ്റാണ്. റാന്നി, അടൂർ, ആറന്മുള, തിരുവല്ല സീറ്റുകളാണ് UDF-ന് കിട്ടുന്നത്. LDF-ന് കോന്നിയിലാണ് സാധ്യത. കോന്നി ഇടതുമുന്നണി നിലനിർത്തുന്നു. പക്ഷേ ബാക്കിയുള്ളിടത്തെല്ലാം ഒരുപക്ഷെ അടൂർ പ്രാവശ്യ സ്ഥാനാർത്ഥിയായിരുന്നെങ്കിൽ കോന്നിയും പിടിക്കാമായിരുന്നു. അതായത് ഒരു മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി ജനങ്ങൾക്ക് വേണ്ട സ്ഥാനാർത്ഥിയെ കൊടുത്താൽ ജയിക്കും. കോന്നിയിൽ അത് കൊടുക്കാൻ UDF-ന് ആകുന്നില്ല. അതുകൊണ്ടാണ് അവിടെ ആകെ 11 സീറ്റുകളുള്ള കൊല്ലത്തേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. ഈ 11 സീറ്റിൽ 2 സീറ്റുകളിൽ മാത്രമായിരുന്നു കുണ്ടറയും കരുനാഗപ്പള്ളിയും UDF ജയിച്ചിരുന്നത്. കുണ്ടറ ഒരു ലോട്ടറി ആയിരുന്നു. കാരണം PC വിശ്വനാഥിനെ ഒരു മണ്ഡലവും ഇല്ലാതെ വന്നപ്പോൾ അവസാനം അവശേഷിച്ചിരുന്നൊരു മണ്ഡലം എന്നതിൽ കൊടുത്തതാണ് PC വിശ്വനാഥിനെ. അവിടെ പിടിച്ചെടുത്ത് തേരോട്ടം തുടങ്ങി. 2 മണ്ഡലം 9 മണ്ഡലവും കഴിഞ്ഞ നിലവിൽ LDF-നൊപ്പമുള്ള കൊല്ലത്ത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വലിയ കോർപ്പറേഷൻ പിടിച്ചു. നമുക്ക് കൊല്ലത്തേക്ക് പോകാം. കൊല്ലത്ത് നമുക്ക് ആദ്യം തുടങ്ങേണ്ടത് ചാത്തന്നൂരാണ്. ചാത്തന്നൂരിൽ പറയൂ. അവിടെ BJPക്ക് വലിയ സ്വാധീനമുള്ള മണ്ഡലമാണ് ചാത്തന്നൂരിൽ. സത്യം പറഞ്ഞാൽ അതൊരു LDF CPIയുടെ ഒരു കോട്ടയാണ്. CPI പരമ്പരാഗതമായി ജയിക്കുന്ന ഒരു സീറ്റാണ്. അതിന് മാറ്റം ഉണ്ടാകുന്നില്ല. നമ്മുടെ സർവേ ഫലം അനുസരിച്ച് അവിടെ CPI സ്ഥാനാർത്ഥി LDF സ്ഥാനാർത്ഥി ജയിക്കും. 41% വോട്ടുണ്ട്. പക്ഷേ രണ്ടാമതെത്തുന്നത് NDA ആണ്. 30% വോട്ട്. UDF പിന്നിൽ പോകുന്നു. 25% വോട്ടേ അവിടെ പലയിടങ്ങളിലും UDF പിന്നിൽ പോകുന്നുണ്ട്. അതെ, അങ്ങനെ UDF 3ാം സ്ഥാനത്തേക്ക് പോകുന്നു ചാത്തന്നൂരിൽ. മറ്റുള്ളവർക്ക് 2, നോട്ടയ്ക്ക് 1. ഇരവിപുരവും
ഒരു CPM-ന്റെ RSPയുടെ മണ്ഡലമായിരുന്നെങ്കിലും പിന്നീട് നൗഷാദിലൂടെ CPM പിടിച്ചൊരു മണ്ഡലമാണ്. അവിടെ വീണ്ടും LDF തന്നെ വരുമെന്നാണ്. നൗഷാദ് കുറച്ച് ജനകീയനാണ്, നൗഷാദിന് തന്നെ കിട്ടുമെന്നാണ് നമ്മുടെ സർവേ ഫലം. LDF-ന് 43% വോട്ട്, UDF-ന് 41% വോട്ട്, NDക്ക് 12% വോട്ട്, മറ്റുള്ളവർക്ക് 2, നോട്ടയ്ക്ക് 2. ഇരവിപുരത്ത് RSPക്കുള്ളിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പ്രേമേന്ദ്രൻ്റെ മകന് സീറ്റ് ചോദിച്ച ഇരവിപുരമായിരുന്നു. 2% വ്യത്യാസമേ ഉള്ളൂ. ഇരവിപുരത്ത് വേണമെങ്കിലല്ല, കടുത്ത മത്സരമാണ്. നൗഷാദാണ് CPIയുടെ ഒരു കേന്ദ്രമാണ്, അവിടെയാണ് ഈ ഒരു മത്സരം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നോട്ടയ്ക്ക് 2 ഉണ്ട്, അവിടെ എന്ത് സംഭവിക്കാം. കരുനാഗപ്പള്ളിയിൽ വലിയ പോരാട്ടമായിരുന്നു കഴിഞ്ഞ തവണ. പക്ഷേ ജയിച്ചത് അപ്രതീക്ഷിതം. പിണറായി തരംഗത്തിന്റെ സമയത്ത് 30,000-ലധികം വോട്ടിന് ഭൂരിപക്ഷത്തെ നമ്മുടെ CR മഹേഷ്. അല്ല, CR മഹേഷ് അപ്രതീക്ഷിതമായിരുന്നില്ല. CR മഹേഷ് തൊട്ട് മുമ്പിൽ തോറ്റായിരുന്നല്ലോ. തോറ്റിട്ട് അദ്ദേഹം അവിടെ തന്നെ നിൽക്കുകയും അവിടെ തന്നെ വർക്ക് ചെയ്യുകയും അങ്ങനെ ഒരു മണ്ഡലം. അത് സകലരും കാണേണ്ട ഒരു കാര്യമാണ്. ഏതെങ്കിലും ഒരാൾ തോറ്റതിന് ശേഷം അവിടെ ഫോക്കസ് ചെയ്ത് പ്രവർത്തനം ജയിക്കാൻ പറ്റും. ഫോക്കസ് ചെയ്ത് എന്ന് പറഞ്ഞാൽ വെറുതെ അല്ല ഫോക്കസ് ചെയ്ത്, ജനങ്ങൾക്കിടയിൽ ഇറങ്ങി അവരിൽ ഒരാളായിട്ട് അവരെ കൂടെ നടന്ന് വലിയ ആഡംബരമൊന്നും ഇല്ലാത്ത ഒരു അങ്ങനെ കരുനാഗപ്പള്ളിയിൽ ഇക്കുറിയും CR മഹേഷ് തന്നെ UDF 45, LDF 32, NDA 20, മറ്റുള്ളവർ 1, നോട്ട 2. ചവറയിലേക്ക് പോകും. ചവറയിൽ RSPയുടെ കുത്തക മണ്ഡലമായിരുന്നു. പക്ഷേ അത് CPM 2 തവണ അതെ മുതലാളിയുടെ മോനും കൊണ്ടുപോയി. പക്ഷേ അത് തിരിച്ചു പിടിക്കുകയാണ്. ഷിബു ബേബി ജോൺ വീണ്ടും നിയമസഭയിലെത്തും എന്നാണ് നമ്മുടെ സർവേ പറയുന്നത്. UDF-ന് 46% വോട്ടുണ്ട്, LDF-ന് 35% ഉണ്ട്, NDക്ക് 17%, മറ്റുള്ളവർ 1, നോട്ട 1. വലിയ ഭൂരിപക്ഷം, 11% വ്യത്യാസം. ഷിബു ബേബി ജോണിന്റെയും രാഷ്ട്രീയ പരീക്ഷണ ദിനമാണ്. ഷിബു തോറ്റാൽ ഷിബുവിന്റെ രാഷ്ട്രീയം തീർന്നു. തിരിച്ചു വരിക. ഞങ്ങൾ തമ്മിൽ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇക്കുറി ഇങ്ങനെ തോറ്റാൽ രാഷ്ട്രീയം തിരിച്ചു വരികയും മന്ത്രി UDF അധികാരത്തിൽ വന്ന ഉറപ്പായിട്ട് മന്ത്രിയാവുകയും ചെയ്യും. ഷിബു ബേബി ജോൺ 11% മുൻതൂക്കം കാണിക്കുന്നു. ഷിബുവിന്റെ വിജയം ഉറപ്പാണ്. ആർക്കും ഷിബു ബേബി ജോണിന്റെ വിജയം വളരെ നേരത്തെ തന്നെ അവിടെ പോയി അടിസ്ഥാനപരമായ വർക്കുകൾ കഴിഞ്ഞ തവണത്തെ തെറ്റുകൾ തിരുത്താൻ അദ്ദേഹം ശ്രമിക്കുകയും ഒക്കെ ചെയ്തു. പിന്നെ NK പ്രേമേന്ദ്രൻ്റെ ഒരു പ്രയത്നഫലമെല്ലാം അവിടെ ഉണ്ട്. പിന്നെ കൊല്ലമാണ് നമ്മുടെ മണ്ഡലം. കൊല്ലം മുകേഷിൻ്റെ മണ്ഡലമാണ്, സിറ്റിംഗ് മണ്ഡലമാണ്. മുകേഷ് 2 തവണ ജയിച്ച മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ UDF അട്ടിമറി നടത്തുമെന്നാണ് നമ്മുടെ സർവേ ഫലം. UDF-ന് 46% സീറ്റ് വോട്ടാണ് കിട്ടുന്നത്, LDF-ന് 37, NDക്ക് 13, മറ്റുള്ളവർ 2, നോട്ട 2. അതായത് ബിന്ദു കൃഷ്ണ ജയിക്കുമെന്നാണ് നമ്മുടെ സർവേ. എനിക്ക് ഇവിടെയും അതെ, ബിന്ദു കൃഷ്ണ ജയിക്കാനാണ് സാധ്യത. എന്തായാലും കൊല്ലം UDF-ന് 46, 37, 13, 2. അതായത് ബിന്ദു കൃഷ്ണ സുഖമായി ജയിക്കും. ബിന്ദു കൃഷ്ണൻ ജയിച്ചില്ലെങ്കിൽ ബിന്ദു കൃഷ്ണയ്ക്ക് ഇനി സീറ്റ് ഒരിക്കലും കിട്ടാൻ അവസാനത്തെ ചാൻസ് ആണ്. മുകേഷ് തോക്കുമെന്ന ഭയത്തിൽ സ്ഥാനാർത്ഥിയെ മാറ്റുന്നു. സംഘടനാ സംവിധാനത്തിൽ സ്വാധീനമുള്ള ഒരാളെ നിർത്തിയിട്ടും കൊല്ലം പിടിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. കുണ്ടറയിൽ UDF-നാണ് വലിയ മുൻതൂക്കം. അതായത് നേരത്തെ പറഞ്ഞ പോലെ വെറുതെ കൊടുത്താണ് സീറ്റ് വിശ്വനാഥിന്. പക്ഷേ വിശ്വനാഥ് കുണ്ടറയെ സ്വന്തമാക്കി എന്ന് തന്നെ പറയാം. 54% വോട്ടാണ് ഒരു മണ്ഡലത്തിൽ. 54%. അതും കൊല്ലത്തെ കുണ്ടറയിൽ പോയി. അതെ, മേഴ്സിക്കുട്ടി അമ്മയുടെ സീറ്റായിരുന്നു കഴിഞ്ഞ. അതെ, 54% പറഞ്ഞാൽ അതായത് LDF 35. 30,000 വോട്ടിന്റെ ഭൂരിപക്ഷമെങ്കിലും ചിലപ്പോൾ വിഷ്ണുവിന് കിട്ടിയേക്കാം. ഈ വിഷ്ണുവും സിദ്ദിഖും ഇവിടെ കുറെ മഹേഷും കുറേ പിള്ളേരുണ്ട് കേട്ടോ, മിടുക്കന്മാർ. ഈ കോൺഗ്രസിന്റെ ഒരു ഭാവി എന്ന് പറയുന്നത് ഇത്തരം മിടുക്കന്മാരില്ല. CPM-ന് അത്തരം മിടുക്കന്മാരില്ല. അപ്പൊ എന്തായാലും കുണ്ടറയിലെ PC വിഷ്ണുനാഥിനെ ആർക്കും തോൽപ്പിക്കാൻ കഴിയാത്ത ഭൂരിപക്ഷം ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. കുന്നത്തൂരിലേക്ക് പോകും രമേശേ. കുന്നത്തൂരിലും UDF-ന്റെ വിജയമാണ് പ്രവചിക്കുന്നത്. 42% വോട്ട് UDF-നും LDF-നും 32. ഉല്ലാസ് കോവൂർ. മറ്റത് നമ്മുടെ കോവൂർ കുഞ്ഞുമോൻ. അദ്ദേഹം 5 തവണ MLA ആയിരുന്നു, RSPക്കാരനായിരുന്നു. പിന്നീട് പിളർന്ന് ഇടതുമുന്നണി പോയതാണ്, ജയിച്ചു. പക്ഷേ ഇടതുമുന്നണിയിൽ ഘടകകക്ഷി ആക്കിയിരുന്നില്ല. അതിന് കാരണം കോവൂർ കുഞ്ഞുമോൻ അവിടെ സ്വാധീനം കുറയുന്നുവെന്ന് അവർക്ക് മനസ്സിലായതുകൊണ്ടാണ്. ഒരുപക്ഷെ സീറ്റ് പിടിച്ചെടുക്കാൻ പോലും അവർ ആലോചിച്ചിരുന്നു, പക്ഷേ അത് ചെയ്തില്ല. എന്തായാലും കുന്നത്തൂര് 10% വ്യത്യാസം. UDF 42, LDF-ന് 32, NDA 21, മറ്റുള്ളവർ 2, നോട്ട 1. 10% വ്യത്യാസം. അവിടെ കോവൂർ കുഞ്ഞുമോൻ എന്ന് പറഞ്ഞ പാർട്ടി തന്നെ ഇതോടെ ഇല്ലാതാകാനാണ് സാധ്യത. തീരും. മറ്റേ ജനാധിപത്യ കേരള കോൺഗ്രസ് തീരുന്ന മാതിരി അത് തീർന്നു. കാരണം ആന്റണി രാജു ഇല്ലാത്തതുകൊണ്ട് ആ പാർട്ടി തീർന്നതുപോലെ തന്നെ ഈ പാർട്ടിയും ഇല്ലാതാവുകയാണ്. എനിക്ക് ഏറ്റവും കൗതുകത്തോടു കൂടി സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മണ്ഡലമാണ് രമേശ് പത്തനാപുരം. കാരണം ഞാൻ ഈ പത്തനാപുരത്തെ കുറിച്ച് പറയുന്നതിന്റെ കാരണം ഗണേഷ് കുമാർ നമ്മളുടെ സൗഹൃദമുള്ള ആളാണ്, നമ്മളോട് വളരെ അടുപ്പമുള്ള ആളാണ്, നമ്മുടെ സ്റ്റുഡിയോയിൽ വന്ന് ഇന്റർവ്യൂ ചെയ്യുന്ന ആളാണ്, മിടുക്കനായ മന്ത്രിയാണ്. ഈ ജ്യോതികുമാർ ചാമക്കാലയെ നമ്മളോട് അടുപ്പം സ്നേഹമുള്ള. പക്ഷെ അതല്ല, ജ്യോതികുമാർ ചാമക്കാലെ നമ്മൾ കാണേണ്ടത് ഒരൊറ്റ കാര്യത്തിലാണ്. ഒരാൾക്ക് ഒരു രാഷ്ട്രീയ പ്രവർത്തനം വരുന്നു,
ജയിക്കാൻ പറ്റുന്ന സീറ്റിന് വേണ്ടി ആളുകൾ നടക്കുമ്പോൾ എനിക്ക് തോക്കുന്ന സീറ്റ് മതി എന്ന് പറയുന്നു. അതെ. എന്നിട്ട് ആ മണ്ഡലത്തിൽ പോയി തോക്കുന്നു. തോറ്റിട്ട് അവിടെ നിന്ന് പ്രവർത്തിച്ച് ആ മണ്ഡലം സ്വന്തമാക്കുന്നു. ഈ MLAക്ക് പറ്റത്തില്ല അവിടെ അതുപോലെ. ഈ ഗണേഷ് കുമാറിനെ ഗണേഷ് കുമാർ നമ്മളെ ഓഫീസിൽ വരുന്നു, സ്റ്റുഡിയോയിൽ വന്ന് ഇൻ്റർവ്യൂ തരുന്നു എന്നൊക്കെ പറയുന്നു. ഇതേപോലെ തന്നെ ജ്യോതികുമാർ ചാമക്കാല തിരുവനന്തപുരത്തെ ഒരു മുഖമായിരുന്നു. നമുക്ക് എപ്പോൾ വേണമെങ്കിലും തിരുവനന്തപുരത്ത് MLA ഹൗസിൻ്റെ മുമ്പിലൊക്കെ പോയാൽ ജ്യോതികുമാർ ചാമക്കാല കാണാം. പക്ഷേ കഴിഞ്ഞ 5 കൊല്ലം അദ്ദേഹം തിരുവനന്തപുരത്ത് പോലും വന്നില്ല. ഇല്ല, ചാനൽ ചർച്ചകളിലില്ല. ഇല്ല, എന്നോട് പണിയെടുക്കുക. ദിവസം രാവിലെ 7 മണിയാകുമ്പോൾ ഇറങ്ങും, അതെ, രാത്രി 11 മണി വരെ ഫീൽഡിലാണ്. അതെ. 20,000 വീടുകളിൽ ഒന്നെങ്കിൽ മരണം, അല്ലെങ്കിൽ കല്യാണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജംഗ്ഷനുകളിൽ 20,000 ഇടത്ത് അയാൾ പോയിട്ടുണ്ട്. സകലയിടത്തും നിറഞ്ഞു നിന്നു. അതിന്റെ ഫലം ദൈവം ജ്യോതികുമാർ ചാമക്കാലിക്ക് കൊടുക്കും. പത്തനാപുരത്ത് UDFനെ ഗണേഷ് കുമാറിനെ തോൽപ്പിക്കുന്ന അവസ്ഥയിലേക്ക് വളർന്നിരിക്കുന്നു. 47% ആണ് ജ്യോതികുമാർ ചാമക്കാലിയുടെ UDF നമ്മളുടെ പ്രൊജക്ഷൻ. LDFനെ 40%, NDAക്ക് 9%, മറ്റുള്ളവർ 1, നോട്ട 3. ഇവിടെയും ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ നേരത്തെ കുന്നത്തൂരിൽ പറഞ്ഞ പോലെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ചിലപ്പോൾ ഒരു അന്ത്യവും കൂടെ ആയിരിക്കാം. കേരള കോൺഗ്രസ് ബിക്ക് ഗണേഷ് കുമാർ മാത്രമേ MLA ആയിട്ടുള്ളൂ. ജ്യോതികുമാർ ചാമക്കാലയെ പോലെ ഒരാൾ ഇവിടെ ജയിച്ചു കഴിഞ്ഞാൽ ഇനി അദ്ദേഹത്തെ തോൽപ്പിക്കാൻ പറ്റുമോ? അന്ത്യമാവത്തില്ല, കാരണം അതിന്റെ അടിത്തറയുണ്ട്. പക്ഷേ അടുത്ത ഇലക്ഷനിലും കൂടെ ജയിച്ചില്ലെങ്കിൽ, അതെ, കാരണം ഒരു അടിത്തറയുണ്ട്. എന്നാലും ജ്യോതികുമാർ ചാമക്കാലയെ പോലെ ഒരാൾ പത്തനാപുരത്ത് ജയിച്ചാൽ പിന്നെ എളുപ്പമാവില്ല. പ്രത്യേകിച്ച് കൊട്ടാരക്കര പത്തനാപുരം മേഖലകളിൽ ഈ NSSൻ്റെ അകത്ത് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം ഗണേഷ് കുമാറിന് എതിരും കൂടെയാണ്. പുനലൂരിലേക്ക് പോകും. KN ബാലഗോപാൽ, അതും കൂടെ പറഞ്ഞു. KN ബാലഗോപാലിൻ്റെ സഹോദരൻ തന്നെ ഗണേഷ് കുമാറിന് അവിടെ എതിരാണ്. ഗണേഷ് കുമാറിനെതിരാണ്. KN ബാലഗോപാലിന്റെ സഹോദരൻ അറിഞ്ഞൂടെ? NSSൽ നിന്ന് പുറത്താക്കിയത് ഗണേഷാണെന്ന്. അദ്ദേഹം പുറത്തായി. അതെ, അദ്ദേഹത്തെ പുറത്താക്കിയിട്ടാണ് ഗണേഷ് കുമാർ NSSലേക്ക് വന്നത്, ഡയറക്ട് ബോർഡിലേക്ക് വന്നത്. ആ പ്രശ്നങ്ങളെല്ലാം പത്തനാപുരത്ത് പ്രതിഫലിക്കും. പിന്നെ ഉമ്മൻചാണ്ടി വളരെ ഫാക്ടറാണ്. അത് ജ്യോതികുമാർ ചാമക്കാല വളരെ കൃത്യമായി അത് പൊസിഷൻ ചെയ്തു. ആദ്യം തന്നെ ചർച്ച അതിലേക്ക് വന്നു. ഗണേഷ് കുമാറിന് അബദ്ധം പറ്റി. ആദ്യം അത് തള്ളി പറഞ്ഞു, പിന്നീട് പുള്ളി അനുകൂലിച്ചെങ്കിലും അത് ആ വികാരം അവിടെ കിടന്നു. പുനലൂർ പറയൂ രമേശേ. പുനലൂർ എന്നും LDF ജയിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ ഒരു കടുത്ത മത്സരം ഇത്തവണയും നടക്കുന്നില്ല. LDFന് 49% വോട്ടുണ്ട്, UDFന് 36%, NDAക്ക് 10, മറ്റുള്ളവർ 2, നോട്ട 3. കൊട്ടാരക്കരയിലേക്ക് പോകാം നമുക്ക്. അതെ, കൊട്ടാരക്കര വളരെ ശ്രദ്ധേയമായ ബാലകൃഷ്ണ പിള്ളയിലൂടെ വലിയൊരു ശക്തിയായി നിന്നിരുന്നാണ്. തോൽക്ക് പോകുന്നു. ഐഷ പോറ്റി വരുന്നു. അതെ, ഐഷ പോറ്റി 3 തവണയെങ്ങാണ്ട് മത്സരിച്ച്, 2-3 തവണ മത്സരിച്ച്. ബാലകൃഷ്ണപിള്ളയെ ആർക്കും തോൽപ്പിക്കാൻ പറ്റൂല കൊട്ടാരക്കരയിലെന്നായിരുന്നു കേരള രാഷ്ട്രീയത്തിലെ പൊതുവിശ്വാസം. അതിനെയാണ് ഐഷ പോറ്റി എന്ന നേതാവ് CPMന് വേണ്ടി ഐഷ പോറ്റി ഒഴിവാക്കുന്നു. ഐഷ പോറ്റി UDFലേക്ക് വരുന്നു. ഐഷ പോറ്റി ജയിക്കുമെന്നാണ് നമ്മുടെ സർവേ ഫലം പറയുന്നത്. UDFന് 44% വോട്ടാണ് അവിടെ ഉള്ളത്. ഞാൻ ഈ കൊട്ടാരക്കരയിലെ സർവേ ഫലം, നമ്മൾ ഈ സർവേ ഫലം എല്ലാം കഴിഞ്ഞിട്ട് ചില ചർച്ചകൾ നടത്തുന്ന കൂട്ടത്തിൽ എന്നോട് ഒരാൾ പറഞ്ഞത്, ഈ കൊട്ടാരക്കരയിൽ ഐഷ പോറ്റി ജയിക്കും അല്ലെങ്കിൽ ബാലഗോപാൽ തോൽക്കുമെന്ന് പറഞ്ഞാൽ പണ്ട് ഉടുമ്പൻചോലയിൽ മണി തോൽക്കുമെന്ന് മനോരമ സർവേ ചെയ്തിരുന്നു. അതേപോലത്തെ ഫീൽ ഉണ്ടാവും. നിങ്ങൾ അങ്ങനെ പറയരുന്നു. പക്ഷെ നമ്മൾ സർവേ ഫലത്തെ വിശ്വസിക്കുന്നത് കൊണ്ട് അങ്ങനെ സംഭവിച്ചാലും വേണ്ടില്ല, ഐഷ പോറ്റി ജയിക്കും, ബാലഗോപാൽ തോൽക്കും. ധനകാര്യമന്ത്രിയാണ്, കേരളത്തിലെ വളരെ അടുത്ത ഭാവിയിൽ മുഖ്യമന്ത്രി ആകണമെന്ന് ആഗ്രഹിക്കുന്ന CPM നേതാക്കളിൽ പ്രമുഖനാണ് ബാലഗോപാൽ. പക്ഷെ P. രാജീവിന്റെ അത്രയും അത്യാഗ്രഹമില്ല. രാജീവനാണ് അത്യാഗ്രഹം കൂടുതൽ. നമ്മൾ പറഞ്ഞിരുന്നു. അതെ, എന്നാൽ UDFന് വലിയ മുന്നേറ്റം, 44% വോട്ട്, LDFന് 38%, NDAക്ക് 14, മറ്റുള്ളവർ 2, നോട്ട 2. ഈ കൊട്ടാരക്കരയിലും പത്തനാപുരത്തും സംഭവിക്കുന്നത് പോലെ തന്നെയുള്ള മറ്റൊരു അട്ടിമറിയാണ് ചടയമംഗലം. ഒരു LDFന്റെ പ്രത്യേകിച്ച് CPIയുടെ കുത്തക സീറ്റാണ്. ആ കുത്തക സീറ്റിൽ ഞാൻ വീണ്ടും പറയാം, MA നസീർ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി, അയാൾ അവിടെ സമയം ചെലവഴിച്ച് അവിടെ തന്നെ MLA ആകാൻ നിന്ന് കുറേ കാലമായിട്ട് അവിടെ തന്നെ വ്യക്തിപരമായി അറിയാവുന്ന മനുഷ്യനാണ്. KPCCയിലുണ്ടായിരുന്നു. KC വേണുഗോപാലിൻ്റെ വിശ്വസ്തനാണ്. ഈ പഴകുളം മധുവിനെ പോലെ KCയുടെ ഒരു എഫക്റ്റിൽ സീറ്റ് കിട്ടിയ ഒരു നേതാവാണ്. ചോദിച്ചു വാങ്ങിച്ചതാണ്. പക്ഷേ അടിത്തറ അവിടുന്ന് തന്നെയുള്ള അടിത്തറ നേരത്തെ തന്നെ അദ്ദേഹം ഉണ്ടാക്കി വെച്ചിരുന്നു. അതിൻ്റെ ഫലം ചടയമംഗലത്ത് UDFന് കിട്ടുമെന്നാണ്. ഇത് ഇടതുമുന്നണിക്ക് വലിയ സ്വാധീനമുള്ള സ്ഥലമാണ് ചടയമംഗലം, പ്രത്യേകിച്ച് CPIക്ക്. അവിടെ UDFന് 42% വോട്ടാണുള്ളത്, LDFന് 40%, NDAക്ക് 15%, മറ്റുള്ളവർ 2, നോട്ട 1. നേരിയ വ്യത്യാസമേ ഉള്ളൂ അല്ലേ? നേരിയ വ്യത്യാസം. ചടയമംഗലത്ത് അങ്ങനെ പോരാ. ചടയമംഗലത്ത് എന്ന് പറഞ്ഞാൽ LDFന് ഒരു 10% വോട്ടിൻ്റെ ലീഡ് കിട്ടേണ്ട സ്ഥലത്താണ് UDF 2% വോട്ടിന് സർവേയിൽ മുൻതൂക്കം കാണിക്കുന്നത്. അത് വളരെ ഗൗരവത്തിലുള്ള, UDFന് നല്ല പ്രതീക്ഷ നൽകുന്നതാണ്, ഇടതുമുന്നണിക്ക് ചിന്തിക്കേണ്ടതുമാണ്. അതേസമയം ഒരു ടൈറ്റ് ഫൈറ്റ് നടക്കുന്ന ഒരു സ്ഥലമല്ല ചടയമംഗലം, ചുമ്മാ ജയിക്കുന്നതാണ്.
കൊല്ലത്ത് കഴിഞ്ഞ തവണ ഇടതു മുന്നണിക്ക് 9 UDF 2 ആയിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മുടെ സർവേ അനുസരിച്ച് അത് യു ടേൺ അടിക്കുകയാണ്. UDF 8 LDF 3 കൊല്ലം എന്ന് പറഞ്ഞാൽ കണ്ണൂരും ആലപ്പുഴയും പോലെ ഇടതു മുന്നണിയുടെ വേറൊരു കോട്ടയാണ് കൊല്ലം. RSP മാത്രമാണ് അവിടെ കടന്നു കയറാൻ പലപ്പോഴും പറ്റിയത്. പിന്നെ RSPക്ക് പിന്നെ അതിൻ്റെ ഒരു ശക്തി പോയി. അതിനുശേഷം കോൺഗ്രസ് അവിടെ ശക്തമായി തിരിച്ചു വരുന്നു. PC വിഷ്ണുനാഥിനെ പോലെ ഒരാൾ കുണ്ടറയിൽ 54% വോട്ട് വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ കൊല്ലത്ത് ഇടതുമുന്നണിയുടെ അടിത്തറയ്ക്ക് വലിയ കോട്ടങ്ങൾ ഉണ്ടാകുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായതാണ്. അത് CPM വളരെ ഗൗരവത്തിൽ തന്നെ ചിന്തിക്കേണ്ടതാണ്. വലിയൊരു UDFന്റെ തിരിച്ചുവരവിന് കാരണമായി തീരുന്ന ഒരു പക്ഷേ കൊല്ലമായിരിക്കും. അതെ കൊല്ലമായിരിക്കും. നമ്മുടെ അവസാനത്തെ ജില്ല തിരുവനന്തപുരം. തിരുവനന്തപുരത്തിൻ്റെ പ്രത്യേകത, പലപ്പോഴും തിരുവനന്തപുരത്ത് കോൺഗ്രസ് 3ാം സ്ഥാനത്തേക്ക് പോയിട്ട് BJP 2ാം സ്ഥാനത്ത് വരുന്ന സാഹചര്യമുണ്ട്. നിയമസഭയിൽ അത് പ്രതിഫലിക്കാറില്ലെങ്കിലും അന്ധവിശ്വാസം തിരുവനന്തപുരത്തെ പറ്റിയുള്ളത് തിരുവനന്തപുരം പിടിക്കുന്നവർ മാത്രമേ സെക്രട്ടേറിയറ്റ് വരുള്ളൂ എന്നാണ്. ഉത്തർപ്രദേശ് പിടിക്കുന്നവർ ഇന്ത്യ ഭരിക്കുന്നതല്ല. തിരുവനന്തപുരത്ത് ആരാണോ കൂടുതൽ സീറ്റ് കിട്ടുന്നത് അവരാണ് സെക്രട്ടേറിയറ്റ് പിടിക്കുക എന്നാണ് ഒരു വിശ്വാസം. കഴിഞ്ഞ തവണ ഇടതുമുന്നണിക്ക് 13 സീറ്റാണ് കിട്ടിയത്, UDF 1. ഓക്കെ, 14-ൽ 1 മാത്രം, കോവളം മാത്രം. ആലോചിച്ച് നോക്കൂ, 14 സീറ്റിൽ ഒരേ ഒരു സീറ്റ് കോവളം മാത്രമാണ് UDF ജയിച്ചത്. അവിടെ നിന്ന് മാറ്റം വരാൻ പോകുന്നത്. നമുക്ക് പോകാം. നമുക്ക് ഓരോ പാറശാലയിൽ തുടങ്ങാം. പാറശാലയിൽ നിങ്ങൾക്കാണ് കൂടുതൽ അറിയാവുന്നത് പാറശാലയുടെ കാര്യം, അല്ലേ? അതെ, പാറശാല എന്ന് പറയുന്നത് തിരുവനന്തപുരത്തെ ഏറ്റവും വലിയ മണ്ഡലമാണ്. ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള മണ്ഡലം, ഏറ്റവും കൂടുതൽ വിസ്തൃതമായ മണ്ഡലമാണ്. ഈ മണ്ഡലം പലപ്പോഴും നാടാർ സമുദായമാണ്, അല്ലെങ്കിൽ നായർ സമുദായവും നാടാർ സമുദായം ഒരേപോലുള്ളൊരു സ്ഥലമാണ്. ഇതിൽ നാടാർ സമുദായം എങ്ങനെ വോട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് അവിടുത്തെ വിജയം. കാര്യം സുന്ദര നാടാരെ പോലെ സ്വതന്ത്രം മത്സരിച്ച് ജയിച്ചിട്ടുണ്ട്. അതെ, സുന്ദര നാടാരെ പോലെ സ്വതന്ത്രം ഒറ്റയ്ക്ക് മത്സരിച്ച് ജയിച്ച സ്ഥലമാണ്. പിന്നെ AT ജോർജ് അപ്രതീക്ഷിതമായി ജയിച്ചു വന്ന ഒരു നാടാർ മേഖലയാണ്. ഈ മേഖലയിൽ ഇത്തവണ ആര് ജയിക്കുമെന്ന് ചോദിച്ചാൽ നമ്മുടെ സർവേ പറയുന്നത് ഇടതുമുന്നണിക്കാണ് മുൻതൂക്കം. CK ഹരീന്ദ്രൻ എന്ന് പറഞ്ഞാൽ ഇത് 3ാമത്തെ തവണയാണ് സർവേ അനുസരിച്ച് ജയിക്കാൻ പോകുന്നത്. പാറശാലയിലെ ഏറ്റവും ജനകീയനായ നേതാവാണ് അദ്ദേഹം. നാടാരല്ല എന്ന് നമുക്ക് പേരേക്കാം, പക്ഷേ എല്ലാ സമുദായങ്ങളിലും CK എന്ന് പറഞ്ഞാൽ പാറശാലക്കാരുടെ ജീവനാണ്. ആ CK നേരിടാൻ നെയ്യാറ്റിങ്കര സനലെന്ന് പറഞ്ഞാൽ KPCCയുടെ സംഘടനാ ജനറൽ സെക്രട്ടറിയാണ് വരുന്നത്. സംഘടനാ ജനറൽ സെക്രട്ടറിയാണ് നിലവിൽ. ഈ കേസ് ഇദ്ദേഹം വരാൻ കാരണം അവിടെ നായർ വോട്ടുകളുണ്ട്. അപ്പോൾ നായർ വോട്ടുകൾ കൂടെ പ്രതീക്ഷിച്ചിട്ടാണ് അവിടെ വരുന്നത്. പണ്ട് ആനാവൂർ നായപ്പൻ ഇവിടെ നായർ വോട്ടുകൾ പ്രതീക്ഷിച്ച് മത്സരിച്ചപ്പോഴാണ് AT ജോർജ് ജയിക്കുന്നത്. അങ്ങനെ നെയ്യാറ്റിങ്കര സനലിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് വരുമ്പോഴും CK തൊടാൻ പോലും പറ്റുന്നില്ല എന്ന് വേണം മനസ്സിലാക്കുക. അദ്ദേഹത്തിന് 7% വോട്ടുകളുടെ മുൻതൂക്കം അവിടെ കിട്ടുന്നു. ഇതിൽ കഴിഞ്ഞവണ അവിടെ കരമന ജയനായിരുന്നു BJPയുടെ സ്ഥാനാർത്ഥി. ഇപ്പം സ്ഥാനാർത്ഥി മാറുന്നു, പക്ഷേ NDAക്ക് അവിടെ മെച്ചം ഉണ്ടാക്കാൻ പറ്റുന്നില്ല. 14 കുമ്പിച്ചൽ കടവ് പാലം പോലുള്ള അത്ഭുതകരമായ വികസനം കൊണ്ടുവന്ന ആളാണ് ഈ നമ്മുടെ CK ഹരീന്ദ്രൻ. കാര്യം ഒരു 50 കുടുംബങ്ങൾക്ക് വേണ്ടിയാണ് പാലം. എങ്ങനെയാണ് വോട്ടിംഗ് പാറ്റേണോടൊന്ന് പറഞ്ഞു? വോട്ടിംഗ് പാറ്റേൺ ഇടതുമുന്നണിക്ക് 45%, UDFന് 38%, NDAക്ക് 14%, മറ്റുള്ളവർ 1, നോട്ട 2. നെയ്യാറ്റിൻകരയിലേക്ക് നമുക്ക് പോകാം. നെയ്യാറ്റിൻകര സ്ഥിതി പറഞ്ഞേ. നെയ്യാറ്റിൻകര എന്ന് പറയുന്നത് ആൻസലിനാണ് അവിടുത്തെ MLA. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ CK ഹരീന്ദ്രൻ ഒരു VS അച്യുതാനന്ദൻ്റെ അടുത്ത അനുയായിയായിരുന്നു. അതേപോലെ ആൻസലിന് അങ്ങനെയുള്ള ഒരു പരിവേഷമുള്ള ജനകീയനായ നേതാവാണ്. ഈ ആൻസലിന് വ്യക്തമായ സ്വാധീനം നെയ്യാറ്റിൻകരയിൽ ഇപ്പോഴും ഉണ്ടെന്നാണ് നമ്മുടെ സർവേ പറയുന്നത്. LDF 49%, UDF 38%, NDA 10%, മറ്റുള്ളവർ 2%, നോട്ട 1% നേടുന്നു. അതായത് 11% ലീഡ് ആൻസലിന് അവിടെ ഉണ്ട്. പക്ഷേ അവിടെ അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ശക്തൻ എന്ന് പറയുന്ന DCC അവിടെ മത്സരിക്കുന്നത്. ശക്തൻ നാടാൻ വോട്ടും കിട്ടാൻ സാധ്യത ആണ്. പക്ഷേ നമ്മൾ ഈ ദിവസങ്ങളിൽ നടന്ന ഒരു രാഷ്ട്രീയ മാറ്റം, CSI സഭയുടെ പ്രവീണിനെ തമിഴ്നാട്ടിലെന്ന് പറഞ്ഞാൽ പാറശാലയുടെ തൊട്ടടുത്ത് നെയ്യാറ്റിൻകരയുടെ അതിർത്തിയിൽ വരുന്ന മണ്ഡലമാണ്. നെയ്യാറ്റിൻകരയുടെ പാറശാലയുടെ അതിർത്തിയിൽ വരുന്നൊരു മണ്ഡലമാണ് ഈ വിളവങ്കോട് എന്ന് പറഞ്ഞാൽ. അത് എങ്ങനെയാണ് നാടാർ സമുദായങ്ങളെ സ്വാധീനിക്കുക കേരളത്തിൽ, പ്രത്യേകിച്ച് പാറശാലയിലെയും നെയ്യാറ്റിൻകരയിൽ, അതൊരു വലിയ ഘടകമാണ്. അപ്പം ആ വോട്ടുകൾ എങ്ങനെ മാറി മറിയും. അതുകൊണ്ട് ഈ നെയ്യാറ്റിൻകരയിൽ ഇപ്പം ഈ 11% ഉണ്ടെങ്കിലും ഈ CSI സഭയുടെ സഹായം ശക്തൻ നാടാർക്ക് കിട്ടിയാൽ അത് ഇനി മാറാം. അവസാന നിമിഷമായിരിക്കും എന്തെങ്കിലും മാറ്റം വരാം. അങ്ങനെ ഒരു പ്രവീണിനെ സ്ഥാനാർത്ഥിയാക്കിയതിന്റെ ഗുണം ഉണ്ടാവാം. കാട്ടാക്കടയിലും അതുപോലെ തന്നെ ഒരു CPMന്റെ കുത്തക സീറ്റല്ലേ? CPMന്റെ കുത്തക സീറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ശക്തൻ നാടാരായിരുന്നു സ്ഥാനാർത്ഥി. ശക്തൻ നാടാരെ അട്ടിമറിച്ചുകൊണ്ടാണ് IB സതീഷ് 1000-ൽ താഴെ വോട്ടുകൾക്ക് ജയിക്കുന്നത്. ആദ്യത്തെ തവണ ഉണ്ടായിരുന്നു. പിന്നെ കഴിഞ്ഞ തവണ അത് അദ്ദേഹം 20,000-ൽ മുകളിലാക്കി. കഴിഞ്ഞ തവണ ആക്കി. ഇത്തവണ നമ്മുടെ സർവേ ഫലം അനുസരിച്ച് LDFന് 43% വോട്ടാണ് ഉള്ളത്, UDFന് 31%, NDAക്ക് 24%. അതായത് IB സതീഷ് ബഹുദൂരം മുന്നിലാണ്. പക്ഷെ കാട്ടാക്കടയിലെ PK കൃഷ്ണദാസിന് 24% കിട്ടുകയുള്ളൂ. കൃഷ്ണദാസ് അവിടെ വിജയസാധ്യത പോലും പലരും പറഞ്ഞതാണ്. അവിടെ ഒരു IB സതീഷ് എന്ന് പറഞ്ഞ ഒരു IB എണ്ണെന്ന് പറഞ്ഞ വികാരം അവിടെ ഉണ്ട്. ആണോ? അതെ.
അതുകൊണ്ടായിരിക്കും. പക്ഷെ അദ്ദേഹം ഒരുപാട് വർക്ക് ചെയ്തതാണ്. വർക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ BJP സ്വാധീനമുള്ളത് മാറനല്ലൂർ പോലുള്ള പഞ്ചായത്തുകളിലാണ്. ഈ മാറനല്ലൂരുകാരനാണ് IB സതീഷ്. പിന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു പത്രസമ്മേളനം നടത്തിയിരുന്നു. മറ്റേ നമ്മുടെ കുണ്ടറ ബാങ്ക് പൊളിഞ്ഞ അദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞാൽ IB സതീഷാണ് ആ ബാങ്ക്, കണ്ടല ബാങ്ക്, സർവീസ് സഹകരണ ബാങ്ക് പൊളിച്ചതിന് പിന്നിൽ IB സതീഷാണെന്ന് പറഞ്ഞിട്ട് CPI നേതാവായ അദ്ദേഹം കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം നടത്തിയിരുന്നു. ഇതൊക്കെ സത്യം പറഞ്ഞാൽ IB സതീഷിന് കൂടുതൽ വോട്ടുകൾ ഒരു, അതായത് ഇടതുമുന്നണിയിൽ തന്നെയുള്ളൊരു കള്ളനെതിരെ അല്ലെങ്കിൽ ഒരു തട്ടിപ്പടക്കാരനെതിരെ നിന്നു എന്നുള്ള പ്രതിച്ഛായ കൂടെ ഈ അവസാന സമയത്ത് IB സതീഷിന് ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. പിന്നെ പലപ്പോഴും മാറനല്ലൂരിനൊരു പ്രത്യേകതയുണ്ട്. കാസർഗോഡിന് പുറത്ത് ആദ്യമായിട്ട് BJP ജയിക്കുന്ന പഞ്ചായത്ത് മാറനല്ലൂരാണ്, കാസർഗോഡ്. അത്രയും സ്വാധീനമുള്ള സ്ഥലത്ത് എപ്പോഴും IB സതീഷാണ് മുന്നിൽ വരുന്നത്. ഈ VK കൃഷ്ണദാസ് ഇത്രയും പ്രവർത്തിച്ചിട്ട് അത്രയും വോട്ട് പുറകിൽ പോയാൽ അത് മോശമാണ്. അല്ല, പിന്നെ അവിടെ ഒരു V മുരളീധരൻ അവിടെ ലോക്സഭയിൽ 8500 വോട്ടിൻ്റെ ഭൂരിപക്ഷം നേടിയ സ്ഥലവും കൂടെയാണ് കാട്ടാക്കട. കഴിഞ്ഞ തവണ നരേന്ദ്രമോദി കാട്ടാക്കടയിൽ പ്രചരണത്തിന് വന്നപ്പോൾ CPMന്റെ ഏരിയ കമ്മിറ്റി ഓഫീസിൽ വരെ ആളുകൾ കയറി നിന്ന് കൈ കാണിച്ച വിഷ്വൽസ് പുറത്തു വന്നിരുന്നു. വളരെ എന്നിട്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അതാണ് അതെ, അതൊരു വ്യക്തിപരമായ വോട്ടാണ്. അതുകൊണ്ടാണ് ഇത്തവണ പലർക്കും മൂന്നാമതൊരു ടേമും കൂടെ കൊടുത്തത്. IB സതീഷിനെ മാറ്റിയിരുന്നെങ്കിൽ അവിടെയും CPM തോന്നുമായിരുന്നു. വർക്കല, നമുക്ക് സമയം കളയണ്ട, വർക്കലയിലേക്ക് പോകാം. വർക്കലയിലെ ജോയിയുടെ ഈ IB സതീഷിനെ പോലെ ജോയിയുടെ ഒരു സ്വാധീന മേഖലയാണ്. അദ്ദേഹത്തിന് ബന്ധുബലമുണ്ട്, അത് വീണ്ടും തുടരുന്നു. ഇടതുമുന്നണിക്ക് 42, UDFന് 36, NDAക്ക് 18, മറ്റുള്ളവർ 1, നോട്ട 3. അതെ അല്ലേ? വർക്കലയിലും ചിറയൻകീഴോ പറയൂ. ചിറയൻകീഴ് ഒരു സംവരണ മണ്ഡലമാണ് തിരുവനന്തപുരത്ത്. അത് കാലങ്ങളായി CPI ജയിക്കുന്ന മണ്ഡലമാണ്. ആരെ നിർത്തിയാലും ജയിക്കുന്ന ഒരു മണ്ഡലമാണ് ചിറയൻകീഴ്. അവിടെയും ഇത്തവണയും LDFന് തന്നെയാണ് മുൻതൂക്കം. 39 ഹരിദാസാണ്. അതെ, എന്നിട്ടും സ്വാധീനം ഉണ്ടാക്കാൻ പറ്റുന്നില്ല. രമ്യ ഹരിദാസ് തോറ്റതിൽ അത്ഭുതമൊന്നും ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് കൈ കിട്ടിയ ഒരു MP സീറ്റ് നഷ്ടപ്പെടുത്തി. അത് കഴിഞ്ഞ് നിയമസഭ ഉപതെരഞ്ഞെടുപ്പ് മത്സരിച്ച് തോറ്റു. എന്നിട്ട് അവർ ഓടി നടന്ന് ഇവിടെ വന്ന് പ്രാദേശികമായ BS അനു എന്ന് പറഞ്ഞ അവൻ അവിടെ 5 കൊല്ലം വർക്ക് ചെയ്തു. അവിടെ കൊണ്ട് നിൽക്കുമ്പോൾ സ്വാഭാവികമായും ആളുകൾക്ക് എതിർപ്പുണ്ടാവും. അതിൽ അത്ഭുതപ്പെടേണ്ട ഒന്നുമില്ല. ചിറയൻകീഴ് എങ്ങനെയാണ് 39% LDF, 36% UDF, 20% NDA, മറ്റുള്ളവർ 2, നോട്ട 3. രമേശ്, ഇങ്ങനെ നോക്കി വരുമ്പോൾ എല്ലായിടത്തും തിരുവനന്തപുരത്ത് CPM തന്നെയാണല്ലോ, LDF തന്നെയാണല്ലോ. അതെന്ന് പറഞ്ഞാൽ ഗ്രാമമേഖലയാണ്. ഗ്രാമമേഖലയിൽ അവർക്കുള്ള സംഘടനാ സംവിധാനത്തിൻ്റെ ഒരു നമ്മൾ ഇതുവരെ നേടിയ UDF നേടിയ ലീഡെല്ലാം കളയുമോ? അല്ല, അത് കളയും. അവസാനമാകുമ്പോഴത്തേക്ക് ആറ്റിങ്ങൽ പറയൂ രമേശേ. ആറ്റിങ്ങലും തിരുവനന്തപുരത്തെ ഒരു സംവരണ മണ്ഡലമാണ്. ഈ ആറ്റിങ്ങൽ മണ്ഡലം അടുപ്പിച്ച് ചിറയൻകീഴ് ആറ്റിങ്ങലും അത് അങ്ങനെ സംഭവിച്ചു. അതെന്ന് പറഞ്ഞാൽ ഈ അന്ന് UDFന്റെ ഒരു കരുണാകരൻ എഫക്റ്റ് നടക്കുമ്പോഴാണ് ഈ മണ്ഡല പുനഃക്രമീകരണം നടന്നത്. ആ സമയത്ത് DIC ഉണ്ടാക്കാൻ പോകുന്നൊരു കാലത്താണ്. അപ്പം കരുണാകരൻ്റെ തങ്കച്ചനായിരുന്നു ഈ കോൺഗ്രസിനെ പ്രതികരിച്ചുകൊണ്ടത്. അപ്പോൾ അതുകൊണ്ട് അതെ, തങ്കച്ചൻ അതിൽ കണ്ണടച്ചിട്ട് UDF തങ്കച്ചനും ഉണ്ടായിരുന്നു. തങ്കച്ചൻ അന്ന് UDF കൺവീനർ ഒന്നും ആയിരുന്നു, എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. ആറ്റിങ്ങൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ചിറയൻകീഴ് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം. അവിടെ BJP ഒന്നാമതെത്തിയ 2 മണ്ഡലങ്ങൾ കാട്ടാക്കടയും ആറ്റിങ്ങലുമാണ്. അതുകൊണ്ട് തന്നെ ആറ്റിങ്ങൽ വളരെ ശ്രദ്ധേയമാണ്. കഴിഞ്ഞ തവണ തന്നെ സുധീറാണ് BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് അവിടെ മത്സരിച്ചത്. സുധീർ എന്ന് പറഞ്ഞാൽ BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു, കോർ കമ്മിറ്റി അംഗമാണ്. സർവോപരി ഒരു പാവം പയ്യൻ എന്ന് പറയുന്ന ഇമേജുള്ള സാധാരണക്കാരുടെ ഇടയിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരു നേതാവാണ്. അദ്ദേഹം കഴിഞ്ഞ തവണ തന്നെ അത്ഭുതപൂർവ്വമായിട്ട് 2ാമത് വന്ന മണ്ഡലമാണ് ആറ്റിങ്ങൽ. ഈ 2ാമത് വന്ന മണ്ഡലത്തിൽ നിന്നാണ് മുരളീധരൻ 1ാമതേക്ക് വന്നത്. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നമ്മുടെ സർവേയിൽ കാണുന്നത് അവിടെ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. പക്ഷേ NDAക്ക്, അതായത് സുധീർ ജയിക്കുമെന്നാണ് നമ്മുടെ സർവേ ഫലം. ഞെട്ടിക്കുന്നതാണല്ലോ. എത്രയാണ്? NDAക്ക് 34%, ഇടതുമുന്നണിക്ക് 33%, UDFന് 29%, മറ്റുള്ളവർക്കൊന്നും, നോട്ടയ്ക്ക് 3. ഇതുവരെ ആരും പറഞ്ഞു കേൾക്കാത്ത ഒരു സർവേ. അതെ, സുധീറിന് എനിക്ക് വ്യക്തിപരമായി അറിയാം. സാധാരണക്കാർക്കിടയിൽ എങ്ങനെ പ്രവർത്തിക്കാമെന്ന് അറിയാവുന്ന ഒരു. അല്ല, ഞാൻ പറഞ്ഞ BJP 4 സീറ്റ് നേടും, 5 സീറ്റ് നേടും എന്നൊക്കെ പറയുമ്പോൾ ഇതുവരെ ആരും ആറ്റിങ്ങൽ പറഞ്ഞു കേട്ടിട്ടില്ല. അതെ, അവിടെ സൈലന്റ് വർക്കാണ് നടക്കുന്നത്. അപ്പം നമ്മൾ മാത്രമാണ് BJPക്ക് ആറ്റിങ്ങൽ കൊടുക്കുന്നത്. മറ്റ് പലയിടത്തും BJPക്ക് ഇല്ല. സുരേന്ദ്രന് പോലും ജയിക്കുമെന്ന് ഉറപ്പില്ല. നമ്മളിതൊരു വന്നതിൻ്റെ BJP കൊടുത്തിരിക്കുന്ന പാലക്കാട് മാത്രമാണ്. തൃശ്ശൂരില്ല, പത്മജ വേണുഗോപാലില്ല. പക്ഷേ ആറ്റിങ്ങലിൽ BJP ജയിക്കും എന്നുള്ളത് ഒരു. ആറ്റിങ്ങൽ സൈലന്റ് വർക്ക് നടക്കുന്നു. നമ്മൾ ശോഭാ സുരേന്ദ്രൻ ചിറയൻകീഴ് മത്സരിച്ച് 1 വോട്ട് നേടിയിരുന്നു. അന്ന് ശോഭാ സുരേന്ദ്രൻ്റെ ഇലക്ഷൻ നിയന്ത്രിച്ചിരുന്നത് സുധീറാണ്. അപ്പോൾ എന്തായാലും ഏറ്റവും എനിക്ക് തോന്നുന്നു ഈ സർവേയിലെ ഏറ്റവും വലിയ അട്ടിമറി അതായിരിക്കും തോന്നുന്നു ആറ്റിങ്ങലിലെ BJP വിജയം. പിന്നെ CPMന്റെ സിറ്റിംഗ് MLA പറ്റി ചില പരാതികളൊക്കെ അവിടെ പാർട്ടിക്കാർക്ക് തന്നെ ഉണ്ട്, ഇടയിൽ തന്നെ ഉണ്ട്. അതും അതിലൊരു നിർണായകം. ഇനി ഏറ്റവും ശ്രദ്ധേയമായിരിക്കുന്ന നിയമത്ത് എന്ത് സംഭവിക്കും? കാരണം എനിക്കൊന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖർ വലിയ മുന്നേറ്റം, വലിയ 20,000-ൽ കൂടുതൽ ഭൂരിപക്ഷം കിട്ടിയ. അപ്പോൾ അത് ആവർത്തിക്കാവുന്നതേ ഉള്ളൂ. എങ്ങനെയാണ്? നിയമസഭാ തെരഞ്ഞെടുപ്പാണ്, മത്സരം കടുക്കയാണ്. ശിവൻകുട്ടിയാണ്
നേമത്തെ ഓരോ മുക്കും മൂലയും അറിയാവുന്ന എവിടെയാണ് വോട്ടുള്ളതെന്ന് അറിയാതെ എങ്ങനെ നേടണമെന്ന് അറിയാമെന്നുള്ള ശിവൻകുട്ടിയാണ് CPM-ന് വേണ്ടി മത്സരിക്കുന്നത്. അവിടെ NDAക്ക് 33% വോട്ടാണ് നമ്മുടെ സർവേ കിട്ടുന്നത്. ശിവൻകുട്ടി അതായത് ഇടതുമുന്നണിയുടെ മന്ത്രിയാണ്. മന്ത്രിയായ ശിവൻകുട്ടിക്ക് 32% വോട്ട്. UDF ശബരിനാഥിനെയാണ് മത്സരിക്കുന്നത്. ശബരിനാഥ് വളരെ ശക്തമായ മത്സരം അവിടെ കാഴ്ചവെക്കുന്നു എന്നുള്ളതാണ്. പലരും പറഞ്ഞ K മുരളീധരൻ്റെ അത്ര വോട്ടൊന്നും പിടിക്കാനുള്ള കെൽപ്പ് ശബരിനാഥിനില്ല എന്നുള്ളതാണ്. പക്ഷേ ശബരിനാഥ് 30% വോട്ട് പിടിക്കുന്നു. അതായത് 33, 32, 30 ആർക്കും ജയിക്കാൻ നോട്ടയ്ക്ക് 3% വോട്ടുണ്ട്. നോട്ടയ്ക്ക് 3% ഉണ്ട്. വലിയ മത്സരം. അതായത് നോട്ടയുടെ വോട്ടുകൾ UDF സ്ഥാനാർത്ഥിയായ ശബരിനാഥിന് കിട്ടിയ 33% അദ്ദേഹത്തിനുമായി. വലിയ മാറ്റമാണ്. അതായത് നമ്മൾ നേരത്തെ കേട്ടിരുന്നിടത്ത് UDF വളരെ പിന്നിലായിരിക്കും എന്നാണ് കരുതുന്നത്. പക്ഷേ മറുനാടിന്റെ സർവേയിൽ പറഞ്ഞ് UDF-ന് മുന്നേറ്റമുണ്ട്. 3-ാം സ്ഥാനത്താണെങ്കിലും മുന്നേറ്റമുണ്ട്. ഒന്നാമത് രാജീവ് ചന്ദ്രശേഖരാണ്, രണ്ടാമതാണ് ശിവൻകുട്ടി, മൂന്നാമതാണ് UDF-ന്റെ സ്ഥാനാർത്ഥി. പക്ഷേ വ്യത്യാസം വളരെ കുറവാണ്. 33, 32, 30. യഥാർത്ഥ ത്രികോണ മത്സരം പാലായിൽ ഇതുപോലെയാണ്. പൂഞ്ഞാറിൽ ഇതുപോലെയാണ്. ആറ്റിങ്ങലാണ്. പിന്നെയുള്ള ഒരെണ്ണം നേമമാണ്. തിരുവനന്തപുരം മണ്ഡലത്തിന്റെ സ്ഥിതിയോ? തിരുവനന്തപുരവും രാജീവ് ചന്ദ്രശേഖറിന് സ്വാധീനം, നല്ല വോട്ട് കിട്ടിയ, അവിടെ ഭൂരിപക്ഷം നേടാനായില്ലെങ്കിലും നല്ല വോട്ട് കിട്ടിയ ഒരു സ്ഥലമാണ്. തീരദേശമുള്ള തിരുവനന്തപുരത്തിൻ്റെ ഒരു മണ്ഡലമാണ്. തീരദേശത്തെ വോട്ടാണ് എപ്പോഴും അവിടെ വിജയം നിശ്ചയിക്കുന്നത്. ആ തീരദേശത്തെ വോട്ട് ഇക്കുറി CP ജോണിനൊപ്പം, ആന്റണി രാജുവിനായിരുന്നു. ആന്റണി രാജു ജട്ടിമോഷണ കേസിൽ പ്രതിയായി അങ്ങനെ പോയി. ഇതോടുകൂടി എന്തായാലും അത്തരം ദുഷ്പേരുകളൊന്നും കേട്ടിട്ടില്ലാത്ത CP ജോൺ, ക്ലീൻ ഇമേജുള്ള കേരള ഏറ്റവും ക്ലീൻ ഇമേജുള്ള, ഒരിക്കലും നമ്മൾ ലിജുവിന്റെ കാര്യം പറഞ്ഞ പോലെ ലിജുവിന് പിന്നെയും ഭാവിയുണ്ട്. CP ജോണിന് ഇക്കുറി തോറ്റാൽ പിന്നെ ഭാവിയില്ല. എന്തായാലും തിരുവനന്തപുരംകാർ CP ജോണിനൊപ്പമാണ്. UDF-ന് 37%, LDF-ന് 33%, NDAക്ക് 28%, മറ്റുള്ളവർ 1 നോട്ട 1. അതായത് ത്രികോണ മത്സരം എന്ന് പറയാൻ പറ്റത്തില്ല. UDF ബഹുദൂരം മുമ്പിലാണ്. LDF-ഉം NDAയും തമ്മിൽ മത്സരമുണ്ട്. കഴക്കൂട്ടത്ത് ഇവിടെ വി മുരളീധരൻ ജയിക്കുമെന്നായിരുന്നു പലരും കണക്കാക്കിയിരുന്നത്. എന്താണ് കഴക്കൂട്ടത്തെ അവസ്ഥ? ശക്തമായ മത്സരമാണ് അവിടെ നടക്കുന്നത്. അവിടെ കടകംപള്ളി സുരേന്ദ്രൻ എന്ന് പറഞ്ഞാൽ CPM-ലെ തിരുവനന്തപുരത്തെ ഏറ്റവും വലിയ സംഘാടകൻ, പഴയ ജില്ലാ സെക്രട്ടറി, ആളുകളുമായിട്ട് എങ്ങനെ നന്നായിട്ട് ഇടപഴകുന്ന ഒരാൾ, അങ്ങനെ ഒരുപാട് വിശേഷങ്ങളുണ്ട്. കടകംപള്ളിയെ അട്ടിമറിക്കുക കഴക്കൂട്ടത്ത് അസാധ്യമാണെന്ന് എല്ലാവരും പറയും. അത് വി മുരളീധരൻ ആകുമോ എന്നാണ് എല്ലാവരും ചോദിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ നമ്മുടെ സർവേ പറയുന്നത് അവിടെ UDF-ന് മുൻതൂക്കമുള്ളതാണ്. അതൊരു ഞെട്ടിക്കുന്ന കണ്ടത്തിലാണ്. 33% UDF. മൂന്നാമതായിരുന്നു. കഴിഞ്ഞ ബഹുദൂരം പിന്നിലായിരുന്നു. മൂന്നാമതെന്ന് പറഞ്ഞാൽ ബഹുദൂരം പിന്നിലായിരുന്നു. പിന്നെ എങ്ങനെയാണ് അങ്ങനെ ഒരു ശരത്ചന്ദ്ര പ്രസാദാണ് സ്ഥാനാർത്ഥി. ശരത്ചന്ദ്ര പ്രസാദ് തിരുവനന്തപുരത്ത് നന്നായി അറിയാവുന്ന തിരുവനന്തപുരത്തെ ഒരു നേതാവാണ്. അദ്ദേഹത്തിന് സാമുദായിക ഘടകങ്ങളൊക്കെ അനുകൂലമാക്കാൻ അറിയാം. അവിടെ പേട്ടയിലാണ് വീട്. കഴക്കൂട്ടത്തോട് ചേർന്ന് നിൽക്കുന്ന മേഖലയിലാണ് പുള്ളിയുടെ പ്രധാന പ്രവർത്തന കേന്ദ്രം. പിന്നെ ഒരുപാട് അട്ടിമറികളൊക്കെ ശിവൻകുട്ടിയെ തന്നെ ഇവിടെ കേരള യൂണിവേഴ്സിറ്റി ചെയർമാൻ സ്ഥാന മത്സരത്തിലൊക്കെ തോൽപ്പിച്ച ചരിത്രമുള്ള ഒരു നേതാവാണ്. അദ്ദേഹം അതിശക്തമായ പോരാട്ടം കാഴ്ചവെക്കുന്നു കഴക്കൂട്ടത്ത് UDF-ന് 33% വോട്ടുണ്ട്. തൊട്ട് പിന്നിൽ NDA ആണ്. വി മുരളീധരൻ. ശക്തമായ മത്സരം. കടകംപള്ളി സുരേന്ദ്രൻ 30% വോട്ട്. 30% വോട്ട് കടകംപള്ളി സുരേന്ദ്രനുണ്ട്. ശക്തമായ കടകംപള്ളി മൂന്നാമത് വരും. ശ്രദ്ധിക്കുക, നമ്മൾ കരുതിയിരുന്ന കടകംപള്ളി വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. പക്ഷേ ഇവിടെ വി മുരളീധരനും UDF-ന്റെ ശരത്ചന്ദ്ര പ്രസാദ് തമ്മിൽ 1% വ്യത്യാസം. അതായത് ശരത്ചന്ദ്ര പ്രസാദ് 33, മുരളീധരന് 32, LDF-ന്റെ കടകംപള്ളി സുരേന്ദ്രൻ 30. ശബരിമല വികാരം ശക്തമായി ചർച്ച ചെയ്യുന്നൊരു മണ്ഡലമാണ്. പക്ഷെ അത് വിചിത്രമാണ്. അല്ല, വിശ്വാസികളുടെ നേതാവായിട്ടാണ് കടകംപള്ളി അറിഞ്ഞിരിക്കുന്നത്. ഈ ശബരിമല വിവാദം വിശ്വാസികളുടെ മനസ്സിൽ കടകംപള്ളിക്ക് ഇടിവുണ്ടാക്കിയിട്ടുണ്ടോ എന്ന് വേണം ഇതിൽ മനസ്സിലാക്കാൻ. മൂന്നാമതാവുന്നത്. പക്ഷേ ഈ വി മുരളീധരനെ മൂന്നാമതെത്തുമെന്ന് കരുതിയിരുന്ന ശരത്ചന്ദ്ര മറികടക്കും. അതിൽ അവിടെ ഒരു ശ്രദ്ധേയമായ കാര്യം, മറ്റുള്ളവർക്കൊന്നും നോട്ടയ്ക്ക് 4 വോട്ടുണ്ട്. 4% ഉണ്ട്. മാറാം. 4% വോട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ ഈ ബലമെല്ലാം ഇപ്പോഴും BJP കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ RSS കേന്ദ്രങ്ങൾ പ്രതീക്ഷിക്കുന്നത് തിരുവനന്തപുരത്ത് വി മുരളീധരൻ ജയിക്കുമെന്നാണ്. പുള്ളിയുടെ സംഘടനാ മികവ് പുള്ളി ജയിപ്പിക്കുമെന്നാണ്. ആറ്റിങ്ങൽ പുള്ളി പ്രതീക്ഷിച്ചതിനേക്കാൾ വോട്ട് കിട്ടിയ ലോക്സഭയിൽ ഉണ്ട്. ആറ്റിങ്ങൽ മാത്രമല്ല, കാട്ടാക്കടയിൽ മൊത്തം മണ്ഡലത്തിൽ എവിടെ മത്സരിച്ചാലും നമ്മൾ പറയും വോട്ട് കൂടുതൽ കിട്ടുന്ന BJP നേതാവാണ് വി മുരളീധരൻ. വാമനപുരത്ത് നമുക്ക് അധികം ചർച്ചകളൊന്നും വേണ്ട. സുധീർ ഷാ ജയിക്കുമെന്ന് കരുതിയെങ്കിലും അങ്ങനെയല്ല നമ്മുടെ സർവേ ഫലം. LDF-ന്റെ സ്ഥാനാർത്ഥി DK മുരളി അല്ലേ? അതെ, ജനകീയനായ MLA ആണ് DK മുരളി. CPM-ന്റെ സംസ്ഥാന സമിതി അംഗമാണ്. സംസ്ഥാന സംഘം 43% വോട്ട് നേടുന്നു. UDF-ന്റെ സുധീർ ഷാ 36% മാത്രമുള്ളൂ. NDAക്ക് 16, മറ്റുള്ളവർക്ക് 2, നോട്ടയ്ക്ക് 3. നെടുമങ്ങാടും അങ്ങനെ തന്നെയാണ്. നെടുമങ്ങാട് CPI-യുടെ മന്ത്രി കൂടിയായ അനിൽ അല്ലേ, GR അനിൽ ബഹുദൂരം മുമ്പിലാണ്. മന്ത്രിമാരിൽ നല്ല പ്രകടനം കാഴ്ചവെക്കുന്ന ഒരാൾ കൂടെയാണ്. ബഹുദൂരം മുമ്പിലാണ്. LDF-ന്റെ GR അനിൽ 47% വോട്ട് നേടുമ്പോൾ UDF-ന്റെ
സ്ഥാനാർത്ഥി എന്നൊരു മീനാങ്കൽ കുമാർ CPI കാരനായിരുന്നു, ഇപ്പോൾ കോൺഗ്രസിൽ വന്നതാണ്. 32% ഉള്ളൂ. വലിയ 15% വ്യത്യാസമുണ്ട്. NDAയുടെ സ്ഥാനാർത്ഥിക്ക് 18% ഉള്ളൂ. മിടുക്കനായ ഒരു ചെറുപ്പക്കാരനാണ് NDAയുടെ സ്ഥാനാർത്ഥി. പക്ഷേ 18% NDAയുടെ സ്ഥാനാർത്ഥിക്കുള്ളൂ. മറ്റുള്ളവർ 1, നോട്ട 2. വട്ടിയൂർക്കാവിലേക്ക് പോകും. വട്ടിയൂർക്കാവ് വേറൊരു ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ഒരു സ്ഥലമാണ്. വട്ടിയൂർക്കാവിൽ K. മുരളീധരൻ UDF വേണ്ടി 36% വോട്ട് നേടിയെന്നാണ് നമ്മുടെ സർവേ കാണിക്കുന്നത്. ഇടതുമുന്നണിയുടെ പ്രശാന്താണ്, സിറ്റിംഗ് MLA ആണ്, 30% ഉള്ളൂ. NDA ശ്രീലേഖ IPS ആണ് മത്സരിക്കുന്നത്, 29% ഉള്ളൂ. മറ്റുള്ളവർ 2, നോട്ട 3. നമ്മുടെ സർവേ പ്രകാരമാണെങ്കിൽ മുരളീധരൻ അവിടെ നല്ല വിജയം നേടും. രണ്ടാം സ്ഥാനത്തിന് വേണ്ടിയാണ് മത്സരം. മുരളീധരൻ വട്ടിയൂർക്കാവിൻ്റെ MLA ആയിരുന്നു. ഉപതെരഞ്ഞെടുപ്പിൽ വടകര മത്സരിച്ചപ്പോഴാണ് ഉപതെരഞ്ഞെടുപ്പിലൂടെ പ്രശാന്ത് വരുന്നത്. പക്ഷേ മുരളീധരൻ ഒരിക്കലും വട്ടിയൂർക്കാവ് വിട്ടുപോയിരുന്നില്ല. വട്ടിയൂർക്കാവിൽ തന്നെ സംഘടനാ പ്രവർത്തനം നടത്തി. കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ വളരെ മുന്നേ വന്ന് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലും വട്ടിയൂർക്കാവ് കേന്ദ്രീകരിച്ചാണ് പുള്ളി പ്രവർത്തിച്ചിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സംഘടനാ കരുത്ത് ഉണ്ടെന്നാണ് ഇതിൽ തെളിയുന്നത്. പക്ഷേ ഇടതുമുന്നണി വളരെ ആത്മവിശ്വാസത്തിലാണ് പ്രശാന്ത് തന്നെ ജയിക്കുമെന്ന് പറയുന്നു. പിന്നെ വട്ടിയൂർക്കാവിലെ പ്രചരണം നോക്കിയാൽ BJP വളരെ മുന്നിലുമാണ്. ഇഷ്ടംപോലെ പണം ഉടക്കി ഒരുപാട് നല്ല മുന്നിലാണ്. അവിടുത്തെ പ്രചരണത്തിലൊന്നും ഒരു പഴുതുമില്ല. പക്ഷേ അടിയൊഴുക്കായിരിക്കും വട്ടിയൂർക്കാവിലെ ബലം നിർണ്ണയിക്കുക. അരുവിക്കരയിൽ LDF 46% വോട്ട്. G. സ്റ്റീഫൻ അല്ലേ? അതെ, G. സ്റ്റീഫൻ അണ്ണൻ എന്നാണ് അവർ വിളിക്കുന്നത്. 46%. UDF 37%. VS ശിവകുമാർ പഴയ ആരോഗ്യമന്ത്രിയാണ്. NDAക്ക് 13%. മറ്റുള്ളവർ 1, നോട്ട 3. അതെ, G. കാർത്തികേയൻ്റെ മണ്ഡലമായിരുന്നു. പിന്നെ ശബരിനാഥ് നിലനിർത്തി സ്റ്റീഫനിലൂടെ ഈ സമുദായ സമവാക്യങ്ങളൊക്കെ അനുകൂലമാക്കി അവർ ജയിക്കുകയായിരുന്നു. അരുവിക്കര സ്റ്റീഫൻ വീണ്ടും ജയിക്കുമെന്നാണ് നമ്മുടെ സർവേ പറയുന്നത്. കോവളത്ത് LDF വലിയ പ്രതീക്ഷ വയ്ക്കാത്തൊരു മണ്ഡലം കോവളമാണ്, തിരുവനന്തപുരത്ത്. കാര്യം അവിടെ നമുക്കറിയാം വിൻസെൻ്റ് എന്ന് പറയുന്ന MLA അവിടെ ജനകീയനാണ്. പിന്നെ സാമുദായികപരമായ സമവാക്യങ്ങളെല്ലാം അദ്ദേഹത്തിന് അനുകൂലമാണ്. കോവളത്തെ ബലം UDF അനുകൂലമാണ്. UDF 47% വോട്ട് കിട്ടുമെന്നാണ്. ഇടതുമുന്നണിക്ക് 37%, NDAക്ക് 13, മറ്റുള്ളവർ 1, നോട്ട 2. സർവേ പ്രകാരം ഒരു മാറ്റവും ഇല്ല. അവിടെ വീണ്ടും വിൻസെൻ്റ് തന്നെ. നമ്മുടെ സർവേയിലെ എല്ലാ കണക്കുകളും 140 മണ്ഡലവും നമ്മൾ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. തെക്കൻ കേരളത്തിൽ, അതായത് നമ്മൾ പറഞ്ഞിരുന്ന ആകെ 39 സീറ്റിൽ 21 സീറ്റ് UDF 16 സീറ്റ് LDF 2 സീറ്റ് NDAയ്ക്കുമാണ്. 2 സീറ്റ് എന്ന് പറയുന്നത് ആറ്റിങ്ങലും നേമവുമാണ്. അതേസമയം കഴക്കൂട്ടത്ത് വലിയ സാധ്യത നമുക്ക് പറയാൻ പറ്റും. കഴക്കൂട്ടത്ത് വലിയ ശക്തമായ മത്സരമാണ് നടക്കുന്നത്. ഒരുപക്ഷെ കഴക്കൂട്ടം കിട്ടിയെന്ന് വരാം. മൊത്തം രമേശ് എന്ന് പറഞ്ഞ് എങ്ങനെയാണെന്ന്. കേരളത്തിലെ മുഴുവൻ സീറ്റുകളുടെയും മറുനാടൻ്റെ സർവേ ഫലം നമ്മൾ വിലയിരുത്തിയാൽ ആകെ സെറ്റ് 140 ഇതിൽ 81 സീറ്റ് UDF കിട്ടുമെന്നാണ് സർവേ ഫലം. LDF 55 സീറ്റ്, NDAക്ക് 3 സീറ്റ്. മഞ്ചേശ്വരത്ത് തുല്യതയാണ്. അതാണ് ശ്രദ്ധിക്കട്ടെ. NDA അതിൽ BJPക്ക് പറഞ്ഞിരിക്കുന്നത് 3 സീറ്റാണ്. 3 സീറ്റ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഒന്ന് നേമം, ആറ്റിങ്ങല്, പാലക്കാടാണ്. അതേസമയം മഞ്ചേശ്വരത്ത് തുല്യമാണ്. കഴക്കൂട്ടത്തും ജയിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ 5 സീറ്റ് വേണേ ആവാം. പിന്നെ പാലയില് ഷോൺ ജോർജിന്റെ പ്രകടനം, ജോർജിന്റെ പ്രകടനം, ഇതെല്ലാം അടിയൊഴുക്കുകൾ അടിസ്ഥാനപ്പെടുത്തി ഒരു പക്ഷേ BJPക്ക് നല്ല സാഹചര്യമാണെങ്കിൽ 5 6 സീറ്റ് പോവാം. അതേസമയം ഒരു ശക്തമായ UDF തരംഗമുണ്ടായി ഈ 3 സീറ്റ് പോലും UDF തരംഗമല്ല, ഭരണവിരുദ്ധ തരംഗം ഉണ്ടായാൽ ഈ 3 സീറ്റ് പോലും UDF തരംഗം ഉണ്ടായാൽ പോലും BJPക്ക് ജയിക്കാൻ പറ്റും. പക്ഷേ ഭരണവിരുദ്ധ തരംഗം ഉണ്ടായാൽ BJPക്ക് പ്രതീക്ഷിക്കുന്ന വോട്ടുകൾ കിട്ടത്തില്ല. എങ്ങനെ സർക്കാരിനെ താഴെ ഇറക്കാമെന്ന് ചിന്തിക്കുന്ന ജനം UDF വോട്ട് ചെയ്യും. എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ 140 മണ്ഡലത്തിലെയും സാധ്യതകൾ ഞങ്ങൾ വിശദമായി പഠിച്ച് പ്രേക്ഷകരുടെ മുമ്പിൽ എത്തിക്കുന്നു. ഒരു കാര്യം ഉറപ്പാണ്. ആ ഉറപ്പ് എന്തെന്ന് വെച്ചാൽ UDF ഭരണമായിരിക്കും വരാൻ പോകുന്നത്. സീറ്റുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരാം. പ്രത്യേകിച്ച് BJPയുടെ സീറ്റ് ഒരുപക്ഷെ ഒരു 8 സീറ്റ് വരെ ഉയരാം. ചിലപ്പോൾ സീറ്റ് തീരെ കുറഞ്ഞു പോകാം. കാരണം ഇത് ഭരണവിരുദ്ധ വികാരം ഉണ്ടെങ്കിൽ അത് സർവേയിൽ അങ്ങനെ പ്രതിഫലിക്കുകയില്ല, അത് അടിയൊഴുക്കളായിരിക്കത്തില്ല. അതുകൊണ്ട് അങ്ങനെ സാഹചര്യമുണ്ട്. പക്ഷേ UDF ഭരണം ഉറപ്പാണ്. ഞങ്ങളുടെ കണക്കനുസരിച്ച് 81 സീറ്റാണ്. അതൊരു 75 സീറ്റിൽ താഴേക്ക് പോവില്ല. 85, 86 വരെ ഉയരാനുള്ള സാധ്യതയുമുണ്ട്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി നന്ദി. മറുനാടിനെ വിശ്വസിക്കുന്നതിൽ, മറുനാടിനൊപ്പം സഞ്ചരിക്കുന്നതിൽ നന്ദി.